അതുകൊണ്ട് ബഹുമാനികളെ, ഇന്നലെ പറഞ്ഞത് കടമകൾ മറക്കാനുള്ളതല്ല എന്ന് പറയുന്ന വളരെ പ്രവിശാലമായ ഒരു വിഷയമാണ്. നമ്മൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രപഞ്ചത്തിൽ എന്നെയും നിങ്ങളെയും ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കുന്നു. എന്നാൽ ആ റബ്ബിലേക്ക് കടമകളെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഭൂലോകത്തിലേക്ക് പടച്ചവൻ പറഞ്ഞയച്ചിരിക്കുന്നത്? നമ്മൾക്കറിയാം, സൂറത്തുൽ മുൽക്കിന്റെ ഒരു ആയത്ത് കൊണ്ട് തുടങ്ങാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം കടപ്പാടുകൾ പറയാൻ ഇന്നലെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാട് പറയുമ്പോ ഒരു മാതാവ് തന്റെ പൊന്നുമോൻ എന്തെല്ലാം കടപ്പാടുകൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരു ഭർത്താവ് ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാട്, അതേ പ്രകാരം തന്നെ ഒരു അയൽവാസി മറ്റു അയൽവാസിയോട് എങ്ങനെയാണ് കടമകൾ തീർക്കേണ്ടത്, ഒരു കുടുംബക്കാരൻ മറ്റൊരു കുടുംബക്കാരനോട് എങ്ങനെയാണ് കടമകൾ വീട്ടേണ്ടത്. ഇത്രയും പ്രവിശാലമായ ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇന്നലെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ ബഹുമാനികളെ, പടച്ചവനോടുള്ളൊരു കടപ്പാടിനെ സംബന്ധിച്ച് ഞാൻ ഒരു കടമയെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയിട്ട് എന്റെ വിഷയം അവസാനം ഞാൻ ഇൻഷാ അല്ലാഹ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ പ്രപഞ്ചത്തിലേക്ക് പടച്ചവൻ എനിക്കും നിങ്ങൾക്കും സൗകര്യമായ വലിയ പാർപ്പിടങ്ങൾ ഇന്ന് നൽകിയിരിക്കുകയാണ്. അതേ പ്രകാരം ആരോഗ്യങ്ങൾ നൽകിയിരിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം അല്ലാഹു നൽകിയിരിക്കുകയാ. ശ്വസിക്കാനുള്ള വായുവാണ് പടച്ചവൻ നൽകിയിരിക്കുന്നത്. ചെറുപ്പക്കാരാ, ഒരു മണിക്കൂർ സമയം എന്റെയും നിങ്ങളുടെയും ശ്വാസം ഒന്ന് നിലച്ചുപോയാൽ, അല്ലെങ്കിൽ ആ ശ്വാസം വിടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന ശ്വാസം വിടാൻ വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചെന്നു. നിങ്ങൾ ചെന്നാൽ ഒരു മണിക്കൂർ സമയം എന്നെയും നിങ്ങളെയും വെന്റിലേറ്ററിൽ കിടത്തിയാൽ ഒന്ന് ചെറുപ്പക്കാരാ ഒന്ന് ആലോചിക്കണേ, അതിനു വേണ്ടി എത്ര കാശാണ് ഞാനും നിങ്ങളും ചെലവഴിക്കേണ്ടത്. മാത്രമല്ല, ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ജീവാചകമായിട്ട് മനുഷ്യൻ കിടക്കുമ്പോ ആ മനുഷ്യനിക്ക് ഇതേ പ്രകാരം പടച്ചവൻ നൽകിയതായ വായു ശ്വസിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മനുഷ്യ, ഇതേ പ്രകാരം നടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? ഞാനും നിങ്ങളും അതാ മുഖത്ത് ധാരാളം പൈപ്പുകൾ വെച്ചു, മൂക്കിൽ കൂടെയും അതേ പ്രകാരം വായുവിൽ കൂടെയും പൈപ്പുകൾ ഇട്ടുകൊണ്ട് മനുഷ്യ വെന്റിലേറ്ററിൽ ഐസിയിൽ കിടക്കുമ്പോ, അതേ ഭയാനകമായ ഭീതിയുള്ള കിടത്തം കിടക്കുമ്പോ അതിന് പോലും എത്ര കാശുകളാണ് ഞാനും നിങ്ങളും ചെലവഴിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ആലോചിക്കുന്നുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചനാഥനായ രാജാതിരാജനായ തമ്പുരാൻ ഓരോ ദിവസവും ഞാനും നിങ്ങളും വലിക്കുന്ന ശ്വാസത്തിന്റെ വില, ഓരോ ദിവസവും കുടിക്കുന്ന വെള്ളത്തിന്റെ വില, ഓരോ ദിവസവും പാർക്കുന്ന പാർപ്പിടത്തിന്റെ വില ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? രാജാതിരാജനായ തമ്പുരാൻ അവന്റെ പ്രപഞ്ചത്തിലേക്ക് പടച്ചുവിട്ടതെന്തിനാ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ فارجع البصر هل ترى من فطور ثم ارجع البصر قرتين ينقلب إليك البصر خاشعا وهو حسير. രാജാതിരാജനായ തമ്പുരാൻ അവന്റെ കടപ്പാട്, മനുഷ്യന്റെ കടമകള് നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് രാജാതിരാജനായ തമ്പുരാൻ അവന്റെ പ്രപഞ്ചത്തിലേക്ക് എന്നെ പടച്ചിവിട്ടിരിക്കുന്നത്, നിങ്ങളെ പടച്ചിവിട്ടിരിക്കുന്നത്. പൊന്നുപങ്ങള്, സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നത് പുണ്യമാണ്. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവങ്ങള്, സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്ന ഉപ്പമാരെ ചെറുപ്പക്കാര്, ആ മനുഷ്യനിക്ക് ഖബറിലുള്ള ശിക്ഷ ദൂരീകരിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതണേ, എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പതിവാക്കണേ. എന്തിനു വേണ്ടിയാ ഈ സൂറത്തുൽ മുൽക്ക് പതിവാക്കി ഓതുന്ന മനുഷ്യ, നിങ്ങൾ ഖബറിൽ ശിക്ഷ ദൂരീകരിക്കപ്പെടുമെന്ന് ഇത് അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത്. ജീവിതത്തിൽ കളവ് പറയാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഭീതിയുള്ള ഖബർ, ഭയാനകമായ ഖബർ. ഇന്ന് ഖബറിൽ ചെല്ലുമ്പോ മനോഹരമായിട്ട് ഞാൻ നിങ്ങളും എത്തണോ? അതിന് വേണ്ടി ആണ് നിങ്ങളും സൂറത്തുൽ മുൽക്ക് പതിവായി ഓതണേ. നമ്മൾക്കറിയാം ചെറുപ്പക്കാരാ, കുഞ്ഞുങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു വധുവിന്റെ ഗ്രഹത്തിൽ നിന്ന് ഭർത്താവിന്റെ ഗ്രഹത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുപോകുമ്പോ ആ പെണ്ണിനെ കൈപിടിച്ചുകൊണ്ട് തന്റെ അമ്മായി ഉമ്മ അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ ഉമ്മ മനോഹരമായിട്ട് ആ പെൺകുട്ടിയെ സ്നേഹത്തോടു കൂടെയാ മണിയറയിലേക്ക് കൊണ്ടുപോകുന്നത്. എങ്കിൽ കുഞ്ഞുപങ്ങളെ, കുഞ്ഞു ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങൾക്കും ഒരു മണിയറ വരാനുണ്ട്. ഏതാണ് ആ മണിയറ അറിയുമോ? ഏതാണ് ആ മണിയറ? അത് മണ്ണറയാകുന്ന ഖബറാണ്. ആ ഖബറിലേക്ക് ചെല്ലുമ്പോ അമ്മായി ഉമ്മ അല്ലെങ്കിൽ നാത്തൂന്മാര് കൈപിടിച്ചുകൊണ്ട് നിന്നെ മണിയറയിലേക്ക് കൊണ്ടുപോകും പോലെ നിന്നെ കൊണ്ടുപോകാനില്ല തങ്ങളെ, നിന്നെ കൊണ്ടുപോകാനില്ല ചെറുപ്പക്കാരാ. പിന്നെ മനുഷ്യനോട് പറയുന്നത് എന്താ? وصرت في بطني حزينا كنت على ظهري فرحا وصرت في بطني باكيا. എന്നാണ് ചെറുപ്പക്കാരെ, പെണ്ണുങ്ങളെ, എന്നോടും നിങ്ങളോടും ഖബർ വിളിച്ചു പറയുന്നത്. ആലോചിക്കണേ, ഒരു മനുഷ്യന് മണിയറയിലേക്ക് കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടു കൂടെ വരവേൽക്കാൻ ഭർത്താവുണ്ട്, അവന്റെ കുടുംബങ്ങളുണ്ട്, അവന്റെ ഉമ്മയുണ്ട്, അവന്റെ പെങ്ങന്മാരുണ്ട്. പക്ഷേ ഏതൊരു മനുഷ്യനെയും ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ 6 കാലുള്ള കട്ടില, ഈ കട്ടിലിൽ അവനെ ചുമന്നു കൊണ്ടുപോകുമ്പോ എന്നിട്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ച മനുഷ്യ നിസ്കരിച്ചതിന് ശേഷം ഇന്നയതാ പള്ളിക്കാട്ടിലുള്ളതായ ആ വിജനമായ കാട്ടിൽ വെച്ചുകൊണ്ട് നിന്നെ എന്ത് ചെയ്യുന്നു? നിന്നെ മറവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ എന്താ പറയുന്നത്? ഖബറാ വിളിച്ച് പറയുന്നത് മനുഷ്യ, എന്റെ പുറത്ത് നീ സന്തോഷിച്ചവനായിരുന്നല്ലോ, നീ ആഹ്ലാദിച്ചവനായിരുന്നല്ലോ, നീ നൃത്തമാടിയവനായിരുന്നല്ലോ. എന്റെ വയറ്റിലൂടെ നിനക്ക് കരയാനുള്ള സമയമായിരിക്കുന്നു എന്ന് മനുഷ്യനോട്, എന്നോടും നിങ്ങളോടും ഖബർ വിളിച്ചു പറയുമെന്ന് ജീവിത ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. غير حسر وعذاب لك أشكو فيه يا سيدي خير النبي الصلاة على النبي. الشفيع الأبتهي والحبيب العربي كتابا لا ظاهر من أتم الله سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതാണ് ഖബറിന്റെ ഭയാനകമായ അവസ്ഥ. അതുകൊണ്ട് സഹോദര, സൂറത്തുൽ മുൽക്ക് പതിവായിട്ട് ഓതിയാൽ അവന്റെ ഖബറിൽ സന്തോഷകരമായി അവനിക്ക് കിടക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ മുൽക്ക് ഓതുന്ന മനുഷ്യനാണെങ്കിൽ ഖബറിൽ വെച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ രാജാതിരാജനായ റബ്ബിനോട് അല്ലെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് അവന്റെ ഖബറിൽ വന്നുകൊണ്ട് വാശി പിടിക്കുകയാണ്. രാജാതിരാജനായ അല്ലാഹ് ഈ മനുഷ്യനെ നീ ഖബറിലിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ, ഇവനെ നീ ഭയാനകമായി ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ പടച്ചവന് സൂറത്തുൽ മുൽക്കിനെ നിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നീ വെട്ടിമാറ്റണേ റബ്ബേ, നീ മായ്ച്ചു കളയണേ അല്ലാഹ് എന്ന്
സൂറത്തുൽ മുൽക്ക് പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ സൂറത്തുൽ മുൽക്ക് പതിവായി ഓതണം. എന്താണ് സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിലുള്ള പഠിപ്പിക്കുന്നത്? ഒന്ന് ചിന്തിക്കൂ ചെറുപ്പക്കാരെ. കടമകൾ മറക്കണ്ട, കടപ്പാടുകൾ മറക്കണ്ട. നമ്മുടെ വിഷയം ആസ്പദമായിട്ടാണ് ഞാൻ എന്റെ വിഷയം കൊണ്ടുവരുന്നത്. അല്ലാഹു തആല പഠിപ്പിക്കുകയാ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. പഠിപ്പിയ തബാറക്കല്ലദീ. ഈ ഒരു ആയത്തിൽ നമ്മൾക്കറിയാം കടമകൾ നിറവേറ്റുന്നുണ്ടോ? കടമകൾ നിറവേറ്റേണ്ടവരാണോ? എന്താണ് കടപ്പാടിന്റെ ഗൗരവം, എന്താണ് കടമകളുടെ ഗൗരവം എന്നറിയാൻ വേണ്ടിയാണ് ഈ സൂറത്തുൽ മുൽക്ക് ഇന്നത്തെ ദിവസം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ വെറും 2 ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടെ പഠിപ്പിക്കുകയാ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഉപ്പമാരെ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത ഖുർആൻ കലാമുല്ലാഹി ആണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, തബാറക്കല്ലദീ, രാജാതിരാജനായ തമ്പുരാൻ ബർക്കത്തുടേവനായിരിക്കുന്നു, അവൻ മേലെയായിരിക്കുന്നു. ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ് രാജാധികാരമുള്ളത്. ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ് രാജാധികാരമുള്ളത്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ വസ്തുക്കളിലും കഴിവുള്ളവനാ. എല്ലാത്തിനും കഴിവുള്ളവനവനാണ്, എല്ലാത്തിനും മതിയായവനവനാണ്. ഈ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടായിത്തീരണം. എന്താണ്? പടച്ചവനാണ് ലോകം നിയന്ത്രിക്കുന്നവൻ. ലോകത്തിന് പടച്ചവൻ അല്ലാഹുവാ. അതുകൊണ്ട് ഈ ലോകത്തുള്ള അധികാരങ്ങളുണ്ടല്ലോ, ഈ ലോകത്തുള്ള അധികാരികളുണ്ടല്ലോ, അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് നാശമായി പോകും, മരണപ്പെട്ടു പോകും. എന്നും അവശേഷിക്കുന്ന അധികാരി, എന്നും അവശേഷിക്കുന്നതായ രാജാതിരാജനായ റബ്ബ്, അത് പടച്ചവന് മാത്രമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പടച്ചവൻ അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടെ പഠിപ്പിക്കുകയാ, കുല്ലു മൻ അലൈഹാ ഫാൻ, ലോകത്തുള്ള വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്നു, എല്ലാം നാശമായി പോകുന്നു, എല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്നെല്ലാം ഇല്ലാതെയായി പോകുന്നു. ഇല്ലാതെയായി എന്നേക്കുമായി നാം അവിശേഷമാകുകയാ. പക്ഷേ വയബ്ഖാ വജ്ഹു റബ്ബിക, രാജാതിരാജനായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദാത്ത്, പരിശുദ്ധമാക്കപ്പെട്ട മുഖദ്ദസത്തായ ദാത്തൊഴിച്ച് എല്ലാം നശിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോ, ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ച വലിയ മണിമാളികകളുണ്ടല്ലോ, ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ചതായ എല്ലാവരുടെ കൃഷിയിടങ്ങളുണ്ടല്ലോ, എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതെയാകുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ദിവസം പടച്ചവന് എനിക്കും നിങ്ങൾക്കും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്? അതും സൂറത്തുൽ മുൽക്കിൽ കൂടെ അല്ലാഹു പഠിപ്പിക്കുകയാ. കടമകൾ നിറവേറ്റാതിരിക്കുമ്പോ, കടപ്പാടുകൾ ഞാനും നിങ്ങളും ഏറ്റെടുക്കാതിരിക്കുമ്പോ, ഒന്ന് സഹോദരാ സഹോദരി, എനിക്കും നിങ്ങൾക്കും വരാനുള്ള അവസ്ഥ എന്താ? അത് പഠിച്ചു പടച്ചവൻ അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് അല്ലാഹു തആല തന്നെ ഒന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആലോചിക്കണേ. ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ് അധികാരമുള്ളത്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ വസ്തുക്കളുടെ കഴിവുള്ളവനാ. എല്ലാ വസ്തുക്കളുടെ കഴിവുള്ളവൻ അല്ലാഹു തആല മാത്രമാണ്. ഈ ദുനിയാവിനെ നിയന്ത്രിക്കുന്നവൻ, ആകാശത്തിനെ നിയന്ത്രിക്കുന്നവൻ, ഈ ലോകത്തുള്ള ചക്രവാളങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ എല്ലാം അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് ആ പടച്ചവൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, സാമ്പത്തികമായ പവറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ആരോഗ്യമുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും കടമകൾ നിറവേറ്റാതിരിക്കുന്നവരാ. ഇന്ന് പടച്ചവനെ പലപ്പോഴും മറന്നുപോകുന്ന
രണ്ട് കാരണങ്ങളുണ്ട്. അതേതാ? ഒന്നാമത്തത് ഏതാണ്? മനുഷ്യന്റെ സാമ്പത്തികമായ നേട്ടം, മണിപ്പവർ. ഈ മണിപ്പവർ ഉണ്ടാകുമ്പോ പടച്ചവനെ പലപ്പോഴും മനുഷ്യൻ മറന്നു പോകുന്നു, ധിക്കരിച്ചു പോകുന്നു, ചെയ്തു കൊടുക്കേണ്ട കടമകൾ നിറവേറ്റാതിരിക്കുന്നു. മാത്രമല്ല രണ്ടാമത്തെ കാര്യമേതാ? അതാണ് മനുഷ്യന്റെ ആരോഗ്യം, മനുഷ്യനിക്കുള്ളതായ ആഫിയത്തുള്ള സമയം, മനുഷ്യന്റെ മസിൽ പവർ. ഈ പവർ ഉണ്ടാകുമ്പോ ചെറുപ്പക്കാരാ, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് കടമകളുണ്ടെങ്കിൽ ആ കടമകൾ എല്ലാം അവിടെ വെച്ചുകൊണ്ട് ആ കടമകൾ നിറവേറ്റാതെ മനുഷ്യൻ ജീവിക്കുകയാ. എന്നാൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഈ ആയത്തിൽ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ആയത്തിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പടച്ചവനുള്ള കടമകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരല്ലദീ ഖലഖൽ മൗത. അവനാണ് മരണത്തിനെ പടച്ചവൻ. വൽ ഹയാത, ജീവനെയും പടച്ചവനവനാ. മരണമാകുന്ന പ്രതിഭാസം വരാനുണ്ട്. ഇത് പടച്ചവൻ രാജാതിരാജനായ തമ്പുരാനാണ്. ഈ ലോകത്തിൽ എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. എല്ലായിടത്തും അഭിപ്രായം. ഒരു കമ്മിറ്റി യോഗം കൂടുകയാണെങ്കിൽ അതിലുണ്ടാകും 2 അഭിപ്രായം, 3 അഭിപ്രായം. അല്ലെങ്കിൽ ഉമ്മാനൊന്ന് 2 അടിച്ചു എന്ന് വെക്കുക. എന്നാൽ അങ്ങാടി ചോദിച്ചിട്ട് പറയും ഉമ്മാൻ അടിച്ച് നന്നായി എന്നൊരു കൂട്ടർ പറയും. വേറെ കൂട്ടർ പറയും ആ പാവപ്പെട്ട മാതാവിനെ വെറുതെ ചങ്ങാതി അടിച്ചല്ലോ. 2 രൂപ ആളുകൾ ഉണ്ടാകും. എല്ലാത്തിനും 2 അഭിപ്രായം ഉണ്ടാകും. പക്ഷേ 2 അഭിപ്രായമില്ലാത്ത ഒന്നാണ് അല്ലാഹ് പഠിപ്പിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത. അവനാണ് ജീവനെ പടച്ചവൻ. വൽ ഹയാത, ഖലഖൽ മൗത. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിനെ പടച്ചവൻ അവനാണ്. വൽ ഹയാത, ജീവനെയും പടച്ചവൻ അവനാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും. ഇതാണ് നമ്മുടെ വിഷയം. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കടമകൾ നിറവേറ്റിയവൻ ഏതൊരുത്തനാണെന്ന് നിങ്ങളിൽ പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ജീവനെ പടച്ചത്, മരണത്തിനെയും ഞാൻ പടച്ചു നൽകിയത് എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ രാജാധിരാജനായ തമ്പുരാൻ പഠിപ്പിക്കുകയാ. ജീവനെ പടച്ചു, മരണത്തിനെ പടച്ചു. എന്തിനു വേണ്ടി? ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം നൽകിയല്ലോ, സമ്പത്ത് നൽകിയല്ലോ, കുടിക്കാനുള്ള പാനീയം നൽകിയല്ലോ. അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق علبا وفاكهة وأبا. പടച്ചവൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ജീവനെ ഞാൻ നൽകിയിട്ടുണ്ട്, മരണത്തിനെയും ഞാൻ പടച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നല്ല കടമകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നവൻ ആരാണ്? അല്ലാഹുക്ക് ത്വാഅത്തുകൾ ചെയ്തുകൊണ്ട്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ജീവനെയും മരണത്തിനെയും പടച്ചത്. എന്നിട്ട് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ എത്ര സൗകര്യങ്ങളാണ് നൽകിയത്. ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത്, അന്നാ സബബ്നൽ മാഅ സബ്ബാ. നിങ്ങൾക്ക് വാനലോകത്തിൽ നിന്ന് സുഭിക്ഷമായ സന്തോഷകരമായ നല്ല വെള്ളത്തിനെ ഞാൻ നിങ്ങൾക്ക് പെയ്യിപ്പിച്ച് നൽകിയില്ലയോ? മഴ ഞാൻ വർഷിപ്പിച്ച് നൽകിയില്ലയോ? പിന്നെ ഭൂമിയുടെ അടിയിൽ കൂടെ, ഭൂമിയുടെ കീറിൽ കൂടെ, ചാലിൽ കൂടെ അത് ഭൂമിയിലേക്ക് ആ വെള്ളം ഭൂമി കുടിച്ചെടുക്കുകയാണ്. എന്നിട്ടോ അത് കാരണമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് പുഷ്പങ്ങളെയും സസ്യലതാദികളെയും അതേ പ്രകാരം വൃക്ഷങ്ങളെയും മരങ്ങളെയും മുന്തിരി വള്ളികളെയും
ഈത്തപ്പന തോട്ടങ്ങളെയും വ്യത്യസ്തമായ ചെടികളെയും രാജാതിരാജനായ തമ്പുരാനിന്റെ പ്രത്യേകമാക്കപ്പെട്ട വെള്ളം കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് ഞാൻ സുഭിക്ഷമായ വെള്ളം കൊണ്ട് നിങ്ങൾക്കെല്ലാം ഉളപ്പിച്ചു നൽകിയില്ലയോ? ഇതൊക്കെ എന്റെ നിഅമത്തല്ലയോ? ഈ നിഅമത്തിലേക്ക് നിങ്ങൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഈ നിഅമത്തിലേക്ക് നിങ്ങൾ കടമകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് പടച്ചവൻ അറിയാൻ വേണ്ടിയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാരാ, നല്ല ഗുണകാംക്ഷി ആരാ, ത്വാഅത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാരാ എന്നറിയാൻ വേണ്ടിയാണ് പടച്ചവൻ നിങ്ങൾക്ക് ജീവനെ പടച്ചത്, മരണത്തിനെ പടച്ചത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്ന് പറയുമ്പോ അത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത് 2 വേനൽ മഴ പെയ്തപ്പോ പല ആളുകളും ഒന്ന് ഉണർന്നു. എന്തിനു വേണ്ടി ഉണർന്നു? മഴക്കാലം വരാനുണ്ട്, അതിന്റെ മുന്നോടിയായി 2 മഴകൾ പെയ്തു, 3 മഴകൾ പെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ വീട്ടിലുള്ളതായ പറകളൊക്കെ കെട്ടി നല്ലതുപോലെ ഭദ്രമാക്കി വെച്ചു. വീടിന്റെ മേൽക്കുരയ്ക്ക് വല്ല ഓടുകൾക്കും കേടുപാട് പറ്റിയാൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഈ മഴ പെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യുകയാ? നമ്മുടെ മേൽക്കുരകളൊക്കെ നന്നാക്കി ശരിപ്പെടുത്തി വെച്ചു. ഒരു മഴക്കാലം എനിക്ക് വരാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന ഒരു കാര്യം ചിന്തിച്ചതിന് വേണ്ടി. അതുകൊണ്ട് ആലോചിക്കണേ, ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഇങ്ങനെയാണ് ബഹുമാനികള് ഞാനും നിങ്ങളും ഈ ദുന്യവിയായ ജീവിതത്തിൽ കുറഞ്ഞ സമയം ജീവിക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുന്നതായ ആരോഗ്യത്തിൽ ഈ സമയങ്ങളിൽ എന്റെ ജീവിതത്തിലേക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവന്റെ പാസ്പോർട്ട് അവൻ റെഡിയാക്കും, വിസ റെഡിയാക്കും. പോകുന്ന സമയത്ത് ഭക്ഷണം വേണമെങ്കിൽ ആ ഭക്ഷണത്തിലേക്കുള്ള കാശുകൾ അല്ലെങ്കിൽ ഭക്ഷണപ്പൊതികൾ അവൻ കരുതി വെക്കും. ഇതിന് വേണ്ടിയ ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ മനുഷ്യന്റെ സമയം ഇതിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നു. എന്നാലോ എന്നൊന്നും അവശേഷിക്കുന്ന ഒരു യാത്രയുണ്ട്. ഈ യാത്രയിലേക്ക് വേണ്ടി, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാനും നിങ്ങളും കടമകളെ ഏൽപ്പിക്കപ്പെട്ടവനായ റബ്ബ്, ഈ റബ്ബ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കടമകളെ നോക്കി പാർക്കുന്ന റബ്ബ് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, അവൻ എല്ലാ വസ്തുക്കളോടെ കഴിവുള്ളവനാണ്, എല്ലാത്തിനും ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് അവൻ നോക്കി പാർക്കുന്നു, അവനെല്ലാം നിരീക്ഷിക്കുന്നു എന്നൊരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. എന്നിട്ടോ ഈ കടമകളെല്ലാം ഞാനും നിങ്ങളും ചെയ്തു തീർക്കണം. അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടെ വീണ്ടും പഠിപ്പിക്കുകയാണ്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാക മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. രാജാതിരാജനായ തമ്പുരാൻ അവന്റെ പരിശുദ്ധ ഖുർആനിൽ കൂടെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജീവനെയും മരണത്തിനെയും ഒക്കെ ഞാൻ പടച്ചു. എന്തിനു വേണ്ടി? നിങ്ങളുടെ ഗുണങ്ങള്, നിങ്ങളുടെ നന്മകള് അത് പരീക്ഷിച്ചറിയാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, വഹുവൽ അസീസുൽ ഗഫൂർ. പടച്ചവൻ അസീസാണ്, അവൻ യോഗ്യനാണ്, അവൻ പുറത്തു തരുന്നവനാണ്, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ അവന് മാത്രമാണെന്ന് പടച്ചവൻ അവന്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാ, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാക. രാജാതിരാജനായ തമ്പുരാൻ 7 ആകാശങ്ങളെ അട്ടിയട്ടിയായിട്ടാണ് അവൻ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. ഈ ആകാശം അവൻ പടച്ചു. എങ്ങനെ? അട്ടിയട്ടി, ഒരു ആകാശത്തിന്റെ മുകളിൽ 2ാമത്തെ ആകാശം, അതിന്റെ മുകളിൽ 3ാമത്തെ ആകാശം, ഇങ്ങനെ 4 ആകാശങ്ങൾ അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചു. എന്തിനു വേണ്ടി? അതേപ്രകാരം തന്നെ ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതിന് വേണ്ടിയാണ്. ആലോചിക്കണം എന്നത് പഠിപ്പിക്കുകയാണ്, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ വല്ല പോരായ്മയും
വല്ല പോരായ്മയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാൾക്കും അത് സാധിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങള് റബ്ബിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കണേ, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നോക്കണേ. എന്നിട്ട് റബ്ബിന്റെ കുദറത്ത് നിങ്ങൾ മനസ്സിലാക്കണേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ അവന്റെ സ്വശരീരത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവൻ ഫഖദ് അറഫ റബ്ബഹു, അവന്റെ റബ്ബിനറിയാൻ അത് തന്നെ മതി. മനുഷ്യന്റെ സ്വന്തം സൃഷ്ടിപ്പിലേക്ക് നോക്കിയാൽ പടച്ചവനുണ്ടെന്നും പടച്ചവന്റെ കഴിവും പടച്ചവന്റെ ശക്തികളും മനസ്സിലാക്കാൻ നമ്മൾക്ക് പറ്റും. അതുകൊണ്ട് പടച്ചവൻ ഈ ദുനിയാവിൽ നമ്മളെ പടച്ചു വിട്ടിരിക്കുന്നത് താൽക്കാലികമായിട്ട് പടച്ചവൻ എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ ഓരോ അമലുകൾ നോക്കി പാർക്കാൻ വേണ്ടി, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇതിനൊക്കെ പ്രതിഫലത്തിന്റെ ഒരു നാള് വരാനുണ്ട്. അതേ പ്രകാരം നന്മയുടെയും തിന്മകളെയും തൂക്കുന്ന ഒരു തുലാസ് വരാനുണ്ട്. മീസാൻ എന്ന മീസാൻ വരാനുണ്ട്. സിറാത്ത് പാലം വരാനുണ്ട്. ഹിസാബ് വരാനുണ്ട്. മഹ്ശർ വരാനുണ്ട്. ഈ സമയത്തൊക്കെ നമ്മളും ചെയ്തതായ അമലിന്റെ ഈ പ്രതിഫലങ്ങൾ അവിടെ വെച്ചുകൊണ്ട് കാണാൻ എനിക്കും നിങ്ങൾക്കും പറ്റും. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ട കടപ്പാട് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ കടമയാണ്. മനുഷ്യ, എന്റെയും നിങ്ങളുടെ നിസ്കാരം, അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് ചിന്തിക്കണേ സഹോദരന്മാരെ, പടച്ചവൻ രാജാതിരാജനായ തമ്പുരാൻ ധാരാളം നിയമ സംഹിതകള് അവൻ ഇവിടെ പഠിപ്പിച്ചു. നബിമാരെ, ഈ നാട്ടിലെ നബിമാരെ ഓരോ പ്രപഞ്ചത്തിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും അവൻ അയച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യർക്കുള്ള ഉപകാരത്തിന് വേണ്ടി, മനുഷ്യർക്ക് സ്വർഗത്തിന്റെ അവകാശികളാവാൻ വേണ്ടി. അതുകൊണ്ട് കടമകള് ഞാനും നിങ്ങളും എന്റെയും നിങ്ങളെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ആ കടമകൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ രാജാതിരാജനായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. പൊന്നു മാതാപിതാക്കള് ഏത് രൂപത്തിലാണ് പൊന്നുമക്കള് സ്നേഹിക്കേണ്ടത്? വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്ന, വൃദ്ധസദനത്തിലേക്ക് ബുക്ക് ചെയ്യുന്ന കുട്ടികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില. അതുകൊണ്ട് സഹോദര, ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഓരോ രാജ്യത്തിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യങ്ങളിൽ, കേരളക്കരയിൽ പോലും എത്ര വൃദ്ധസദനങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? വാർദ്ധക്യമുള്ള ഉപ്പയെ കൊണ്ടുപോയി വിടാൻ വേണ്ടി, വാർദ്ധക്യമുള്ള ഉമ്മയെ കൊണ്ടുപോയി വിടാൻ വേണ്ടി. ആലോചിക്കണേ, ഇതൊന്നും ചെറുപ്പക്കാരാ എന്റെ ഗുണത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയല്ല. നിങ്ങൾക്കറിയുമോ ഒരു റമളാനിൽ ഞാൻ പത്രം രാവിലെ വായിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഫസ്റ്റ് പേജിൽ തന്നെ വാർത്ത വന്നത് തന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി, വല്ലാതെ വിഷമിച്ചു പോയി. എന്താണ് കേൾക്കുന്നത്? ബഹുമാനികളെ, കണ്ണൂർ ജില്ലയിൽ ഒരു പാവപ്പെട്ട പിതാവ്, ആ പിതാവ് പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന പിതാവാണ്. ആ പിതാവിന്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് ആലോചിക്കണേ സഹോദര, അല്ലാഹു തആല ആ പിതാവിനിക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. വിദേശത്ത് പോയി, പാകിസ്ഥാനിൽ പോയി ദീർഘകാലം അദ്ദേഹം ജോലി ചെയ്തു. അങ്ങനെ വയോവൃദ്ധനായി തന്റെ വീട്ടിലേക്ക് വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് പറ്റുന്ന സമയത്തെല്ലാം അദ്ദേഹം നാട്ടിലേക്ക് വരും. തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ വാർദ്ധക്യ സഹജമായ രോഗമായപ്പോ അദ്ദേഹത്തിലേക്ക് പടച്ചവൻ നൽകിയത് ഒരു പൊന്നുമോളയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലൊക്കെ മക്കള് മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ വീടിന് പോകുന്നത് കൊണ്ട് പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർക്കും പെണ്ണുങ്ങൾക്കുമായിരിക്കും അവിടെ കൂടുതൽ വീടുകളിൽ സ്വാധീനം ഉണ്ടാവുക. പക്ഷെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ആകെയുള്ളതൊരു മോള് മാത്രമാണ്. ഈ മകൾക്ക് വേണ്ടി തന്റെ സമ്പത്തുകളെല്ലാം എഴുതി കൊടുക്കുകയാണ്. വയോവൃദ്ധനായ പിതാവ് രോഗിയായി വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന കാലഘട്ടത്തിൽ റമളാനിന്റെ പകലിലാണ്, എനിക്ക് തോന്നുന്നുണ്ട് ഈ റമളാനിന്റെ മുമ്പത്തെ റമളാനിൽ 23ന്റെ പകലിലാണ്. സുബ്ഹാനല്ലാഹ്, അത് പത്രത്തിൽ കൂടെ വന്നതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പറയട്ടെ സഹോദരന്മാരെ, ഈ പിതാവ് വാർദ്ധക്യമായി വീട്ടിൽ കഴിഞ്ഞുകൂടുമ്പോ ആ പിതാവിന് റമളാനിന്റെ പകലിനതാ വിറക് പുറയിലേക്ക് തള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ വെച്ചുകൊണ്ട് പിതാവ് കാഷ്ടിക്കുമോ, മൂത്രയിക്കുമോ,
വീട് മലിനമാക്കുമോ? ഇത് ആരുടെ വീടാ? ഇത് ആ പാവപ്പെട്ട പിതാവ് ഉണ്ടാക്കി കൊടുത്ത വീടാ. ആ പെണ്ണിനക്ക് വീട്ടിലൊരു അവകാശവുമില്ല. ബാപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് വിദേശത്ത് പോയിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ടുണ്ടാക്കിയതായ വീട്ടിൽ നിന്ന് തന്റെ പൊന്നുമോള് ആ വീട്ടിൽ നിന്നത് പുറത്തേക്ക് തള്ളുകയാ, വിറകുപുരയിലേക്ക് തള്ളുകയാ. ആ പിതാവ് വിറകുപുരയിൽ കിടന്നുകൊണ്ട് സഹോദര കാഷ്ടിക്കാൻ തുടങ്ങി. അതേ പ്രകാരം വിസർജിക്കാൻ തുടങ്ങി, മൂത്രയിക്കാൻ തുടങ്ങി. ആ പിതാവിന്റെ ശരീരത്തിൽ പൊയ്യരിക്കാൻ തുടങ്ങുകയാ. ഒരു പൊന്നുമകള് ഭക്ഷണം കൊടുത്താൽ എപ്പോഴെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവൾ കൊടുക്കും. പട്ടിണിയാണ് ആ പിതാവിനേക്ക്. അവസാനം നാട്ടിലുള്ള പ്രവർത്തകരെ വിഷയമറിഞ്ഞപ്പോ അവര് വന്നു നോക്കുമ്പോ ആ പിതാവിന്റെ ശരീരത്തിൽ അത് ചതലരിക്കുകയാണ്, പൊയ്യരിക്കുകയാണ്, ഉറുമ്പരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകര് ഹോസ്പിറ്റലിൽ അവിടെ അദ്ദേഹത്തിനെ കൊള്ളിച്ചു ഫ്രഷാക്കി വൃത്തിയാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. 3 ദിവസം കഴിഞ്ഞപ്പോ ആ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊന്നുപെങ്ങള്, പൊന്നു ചെറുപ്പക്കാര്, ഇത് കേരളക്കരയിലുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ, പത്രമാധ്യമങ്ങളിൽ വന്നൊരു സംഭവമാണെങ്കിൽ, ഇന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകള് ഞാനും നിങ്ങളും എത്രത്തോളം നിറവേറ്റുന്നുണ്ട്? എന്റെ പിതാവ്, എന്റെ മാതാവ് വാർദ്ധക്യമായിട്ട് വീട്ടിലെത്തിയാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ വക്താക്കളായ ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചതായ ഒരു ഹാജിയാർക്ക് കിട്ടിയതായ വിധിയാണ് ചെറുപ്പക്കാരാ ഈ ലോകത്തിന് സംജാതമായിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? ഇന്ന് പൊന്നു മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നുപെങ്ങളെ, പൊന്നുപ്പമാര്, ഇന്ന് മക്കള് കേടുവരാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, മക്കളുടെ വൈവിട്ട ജീവിതം. മാത്രമല്ല തന്റെ പിതാവിന്റെ, തന്റെ ഉമ്മയുടെ അവിടെ സംരക്ഷണത്തിന്റെ ബാധ്യതയുടെ അവർ ചെയ്തു കൊടുക്കേണ്ട കടമകൾ നിറവേറ്റാതിരിക്കുന്ന ഒരു കാര്യം കൂടിയും സഹോദരിമാരെ ഇന്ന് മക്കളിലുണ്ട്. മാത്രമല്ല, ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ചെറിയൊരു പോരായ്മ തന്റെ പൊന്നുമക്കളിലുണ്ടായാൽ ഉമ്മയുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുകയാ, രാജാതിരാജനായ റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. പടച്ചവന് എന്റെ പൊന്നുമോനെ കുരുത്തം കെടുത്തണേ അല്ലാഹ് എന്ന് ഉമ്മ ദുആ ചെയ്യുന്ന എത്ര ഉമ്മമാരുണ്ട് സഹോദരിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ പറഞ്ഞു. അതേ പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി, പൊന്നുപെങ്ങള്, നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം 2 കാരണമാ. 2 കാരണം റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നി റഅയ്തു അക്സറാഹിനാർ. സഹോദരിമാരെ, പൊന്നുപെങ്ങള്, നിങ്ങൾ നരകത്തിൽ ഞാൻ അധികരിച്ച് നിങ്ങളെയാണ് ഞാൻ നരകത്തിൽ കണ്ടതെന്ന് ഇസ്രായേലിന്റെ രാത്രിയിൽ പ്രവാചകരെ പഠിപ്പിച്ചു. ഇസ്രായേലിന്റെ രാത്രി 2 കാരണങ്ങളാ പെണ്ണുങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം. കൂടുതൽ ഇബാദത്തുകൾ പെണ്ണുങ്ങളായിരിക്കും ചെയ്യുക. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, സൽക്രമങ്ങൾ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. റജബ് മാസം വന്നാൽ റജബ് മൊത്തം നോമ്പനുഷ്ഠിക്കുന്ന ഉമ്മമാരുണ്ട്. അത് കഴിഞ്ഞാൽ ശഅബാൻ നോൽക്കും. അതേ പ്രകാരം തന്നെ റമളാനും കഴിഞ്ഞു 6 നോമ്പുകൾ, 96 നോമ്പുകളൊക്കെ അനുഷ്ഠിക്കുന്ന ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതല്ല, പെണ്ണുങ്ങളെ, നിങ്ങളാണ് കൂടുതൽ നരകത്തിൽ കടന്നത്, നിങ്ങളാണ് നരകത്തിൽ കടക്കാൻ പോകുന്നത്. സഹോദരിമാരെ ആലോചിക്കാനോട് ചിന്തിക്കണം. സഹാബി വനിത ചോദിച്ചു, മാലനാ അക്സറാഹിനാർ നബിയേ, എന്താണ് ഞങ്ങൾക്ക് നരകത്തിൽ കടക്കാനുള്ള കാരണം? എന്താണ് നബിയേ, എന്താണ് ഞങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. നിങ്ങളെ നിങ്ങൾ നരകത്തിൽ കടക്കാൻ 2 കാരണം. ഒന്ന്, തുക്സിർനൽ ലഅന, ശാപവാചകങ്ങൾ നിങ്ങൾ വല്ലാതെ അധികരിപ്പിക്കുന്നവരാ, വല്ലാതെ അധികരിപ്പിക്കും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാതിരിക്കും വല്ലാതെ ശപിക്കും പെണ്ണുങ്ങൾ. വായിൽ നിന്ന് വരുന്ന വാചകം അത് വല്ലാത്ത വാചകമായിരിക്കും. തന്റെ പൊന്നുമോൻ ഒരു പരിപാടിയിലേക്ക് ഒരു ഉമ്മ പോവുകയാണെന്ന് വെക്ക്. ഒരിക്കൽ ആ പൊന്നുമോനെ മൂത്രമൊഴിച്ചു.
എന്നിട്ട് എന്ത് ചെയ്തു? ഉമ്മ നല്ല ഡ്രസ്സുകളൊക്കെ മാറ്റിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞു, വണ്ടി വന്ന സമയത്ത് വാഹനം വന്നു, പരിപാടിക്ക് പോകാൻ വേണ്ടി വാഹനം വന്നു, കല്യാണത്തിന് വേണ്ടി പോകാൻ. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് മുത്രയിക്കാണ്ട് കക്കൂസപ്പാണ്ട് പണ്ടാറക്കുടിക്ക് ചകം. ഇപ്പോഴാണ് മുത്രയിക്കാണ്ട്, ഇപ്പല്ലേ മുത്രയിച്ചിട്ടുള്ളൂ. ഉമ്മമാരെ പറയാം പ്രശ്നം. അതേ പ്രകാരം നല്ലോ സ്നേഹിക്കും ചെയ്യും മക്കളെ, എല്ലാം സ്നേഹിക്കും ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള വാചകങ്ങള്, ശാപവാചകങ്ങള് നിങ്ങൾ വല്ലാതെ അധികരിപ്പിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി അങ്ങനെയുള്ളൊരു ശാപവാചകങ്ങൾ നിങ്ങൾ പറയരുത്. അത് മക്കൾ കേടുവരാനുള്ള കാരണമാണ്. മക്കൾ കേടുവരാനുള്ള കാരണമാണ്. സഹോദരിമാരെ, ചില ഉമ്മമാരൊക്കെ പറയും, എന്റെ മോന് വയന്ന് കാണാൻ റബ്ബേ, എനിക്കത് കാണേണ്ട കണ്ണുകൊണ്ട് കാണിപ്പിക്കണേ റബ്ബേ. മക്കൾ തെറ്റൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. എന്നാലും ഉമ്മമാര് മക്കളുടെ നല്ല ഒരു ഭാവിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം. എന്താ ഈ മക്കൾ കേട് വന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാ? പടച്ചോനെ എന്റെ മോനെ നന്നാക്കണം, എന്നെ സ്നേഹിക്കുന്ന മകനാക്കണം എന്ന് ദുആ ചെയ്തൂടെ സഹോദരിമാരെ? കേടുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് മക്കൾക്ക്. നിങ്ങളുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന പെണ്ണുമക്കളല്ലേ. അതുകൊണ്ട് സഹോദരി, അത് നരകത്തിൽ കടക്കാനുള്ള ഒരു കാരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവജാലങ്ങള്, അതേ പ്രകാരം തന്നെ കന്നുകാലികള്, പശുക്കള്, കോഴികള്, ജീവിതത്തിൽ വളർത്തുന്നതായ ജീവിക പക്ഷികളെ പോലും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. ഒരു കോഴിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ കോഴി എന്ത് ചെയ്തു? നമ്മളെ കാർക്കോച്ച് നിന്ന് കാഷ്ടിച്ചു വെക്കാം. പണ്ടാറ കോഴി, കുറ്റം കെട്ട കോഴി. അത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ശാപവാചകങ്ങൾ പറയാനുള്ള നാക്കല്ല. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹും നജ്ദൈൻ. അല്ലാഹു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾക്ക് നാക്ക് ഞാൻ നൽകിയത്? അത് ചീത്ത വാക്ക് പറയാനല്ല. അലം നജ്അൽ ലഹു ഐനൈൻ, മനോഹരമായ രണ്ട് കണ്ണ് ഞാനടോ നിങ്ങൾക്ക് നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ, മനോഹരമായ രണ്ട് ചുണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ, നിങ്ങൾക്ക് നല്ല ചുണ്ടും ചെറിയും മാത്രവുമല്ല നാക്കും ഞാൻ നൽകിയില്ലയോ? അതൊക്കെ പടച്ചോ നൽകിയതായ, നിങ്ങൾക്ക് നൽകിയതായ ഔദാര്യമല്ലയോ സഹോദരേ? അതൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. അതൊക്കെ നമ്മളുടെ കടമകളാണ്, അതൊക്കെ മനുഷ്യനിക്കുള്ള കടമകളാണ്. ഈ നാവിനെ ചീത്തയിൽ നിങ്ങൾ ഉപയോഗിക്കണ്ട, മക്കളെ ശപിക്കാൻ ഉപയോഗിക്കണ്ട, പശുവിനെ ശപിക്കാൻ വേണ്ടി ഉപയോഗിക്കണ്ട, ആടിനെ ശപിക്കാൻ വേണ്ടി ഉപയോഗിക്കണ്ട. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. നാവ് കൊണ്ടിട്ട് നരകത്തിൽ കടക്കുന്ന വിഭാഗത്തിൽ പടച്ചവൻ നമ്മളെ പെടുത്താതിരിക്കുമാറാവട്ടെ. നാവ് വല്ലാത്തൊരു സാധനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം പറയട്ടെ, വിശദീകരിക്കുന്ന രണ്ടാമത്തെ കാര്യം പറയട്ടെ സഹോദരിമാരെ. ഒന്നാമത്തെ തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. രണ്ടാമത്തെ കാര്യം, എന്റെ ഭർത്താവിനിക്ക് വല്ലാതെ നന്ദികേട് കാണിക്കുന്നവരാണ് പെണ്ണ്, അതുകൊണ്ടാണ് നീ നരകത്തിൽ കടക്കാനുള്ള കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ല. ഞാനും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എന്റെ ആമാനീലതെന്നോവർ ചൊല്ലില്ല. ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എന്റെ ആമാനീലതെന്നോവർ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ നാക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. റബ്ബ് എന്താണോ കൽപ്പിച്ചത്, എന്താണോ പഠിപ്പിച്ചത്, അതുകൊണ്ട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ
ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പരിശുദ്ധ ഖുർആനിലുള്ള പഠിപ്പിക്കുകയാണ്, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതികു അനിൽ ഹവാ. ഏഹച്ചകളെ കൊണ്ട് സംസാരിക്കുന്നവരല്ല പ്രവാചകര്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. രാജാതിരാജനായ റബ്ബിന്റെ വഹി മുഖാന്തരം മാത്രമേ നബി തങ്ങൾ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് പൊന്നുപങ്ങളെ, നാക്ക് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അനാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണ്ട. അത് പടച്ചവൻ ചോദ്യം ചെയ്യും കേട്ടോ. നിന്റെ നാവിനെ സംബന്ധിച്ച്, നിന്റെ വായനെ സംബന്ധിച്ച്, നിന്റെ ഓരോ വാക്കിനെ സംബന്ധിച്ച് പടച്ചവൻ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ആലോചിക്കണേ പൊന്നുപങ്ങളെ, നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ കാര്യം അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വല്ലാതെ ശാപവാചകങ്ങൾ അധികരിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ശാപവാചകങ്ങൾ ഒരിക്കലും നമ്മൾ മക്കളെ ഒരിക്കലും ശപിക്കരുത്, മറ്റുള്ള ജീവികളെ ശപിക്കരുത്, നമ്മൾ പണ്ടാറെടുക്കാൻ പറയരുത്, അല്ലെങ്കിൽ കുരുത്തങ്ങളെന്ന് പറയരുത്. മക്കൾക്ക് വേണ്ടി നന്മ കൊണ്ട് ദുആ ചെയ്യാം. മാത്രമല്ല സഹോദരിമാരെ, ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം വതക്ഫുർനൽ അശീർ. തന്റെ ഭർത്താവിനോട് വല്ലാതെ നന്ദികേട് കാണിക്കുന്നവരാണ് പെണ്ണ്. നന്ദികേട് കാണിക്കുന്ന സ്വഭാവം പെണ്ണുങ്ങൾക്കുണ്ട്. ഭർത്താവിനോടുള്ള കടപ്പാട് പെണ്ണ് വീട്ടിട്ടില്ലെങ്കിൽ, കടമ വീട്ടാത്ത പെണ്ണ്, ആ പെണ്ണ് നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് സഹോദരി, ഫേസ്ബുക്കും വാട്സപ്പും അതേ പ്രകാരം ഇന്റർനെറ്റ് യൂട്യൂബുകളും ഒക്കെ സുലഭമായ കാലഘട്ടമാണ്. പൊന്നു പെണ്ണിന്റെ കയ്യിൽ പോലും ഫേസ്ബുക്കുണ്ട്, ഫേസ്ബുക്കിന്റെ വാട്സപ്പുകളുണ്ട്. അതേ പ്രകാരം തന്നെ ഇന്റർനെറ്റ് യൂട്യൂബുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നു പെണ്ണുങ്ങള്, പൊന്നു സഹോദരിമാര് വല്ലാതെ വൈകേടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും നമ്മുടെ സഹോദരിമാർ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ല സമയത്തും പെണ്ണേ, എന്റെ മൊബൈലിലേക്ക് വന്നതായ ഒരു മിസ് കോൾ ഉണ്ടെങ്കിൽ ആ മിസ് കോളിന്റെ പിന്നാലെ കൂട്ടിയിട്ട് നിന്റെ ജീവിതം നശിച്ചു പോകുന്ന പെണ്ണ്, എന്തിനാണ് നീ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട കാമുകനുമായിട്ട് നീ എന്ത് ചെയ്യുന്നു? ചാറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയാ? നിനക്ക് ഭർത്താവില്ലേ? നിന്റെ മനോഹരമായ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് അനുവദിച്ചു നൽകിയതായ ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ ഇട്ടേച്ചുകൊണ്ട്, ആ ഭർത്താവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന പൊന്നുപങ്ങള് ആലോചിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയുണ്ടായി, അന്ത്യനാളിന്റെ അടയാളമാണ്, അന്ത്യനാളിന്റെ അടയാളമാണ് റസൂലുള്ള പഠിപ്പിച്ചല്ലോ. ഒരു സഹോദരി, ഒരു സഹോദരനും ഒരു സഹോദരിയും മൃഗങ്ങള് സല്ലപിക്കും പോലെ സല്ലപിക്കുന്ന കാലങ്ങൾ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ചുകൊണ്ട് സല്ലപിക്കുക. അതേ പ്രകാരം തന്നെ ഓടുന്ന കാറിൽ വെച്ചുകൊണ്ട് കൂട്ട ബലാത്സംഗം ചെയ്യുക, ഓടിൽ കൂടുന്ന ബസ്സിൽ വെച്ചുകൊണ്ട് കൂട്ട ബലാത്സംഗം ചെയ്യുക. ഇന്നലെ കണ്ടല്ലോ, 1.5 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ പോലും ജീവിക്കാനുള്ള അനുമതി നമ്മുടെ മക്കളിൽ ജനങ്ങൾ നൽകുന്നില്ല എങ്കിൽ ഇത്രയും സഹോദര അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആലോചിക്കണേ, തന്റെ ഭർത്താവിനോട് ചെയ്തു കൊടുക്കേണ്ട കടമകള് അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ അഭാവത്തില് തന്റെ പൊന്നുപങ്ങള്, നിന്റെ ശരീരം നീ സൂക്ഷിക്കുന്ന പെണ്ണ, ഭർത്താവിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണ, ഉത്തമയായ വനിത എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ അഭാവത്തിൽ ഒരു പെണ്ണ് അവളുടെ ശരീരം സൂക്ഷിക്കുന്ന പെണ്ണ്, അവളാണ് സ്വാലിഹത്തായ പെണ്ണ്. ഭർത്താവിന്റെ സമ്പത്തിലേക്ക് വില കൽപ്പിക്കുന്ന പെണ്ണാണ്. ഭർത്താവ് ധാരാളം കാശുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പൊന്നുപങ്ങളെ, ഭർത്താവ് അറിയാതെ അനാവശ്യമായിട്ട് ഇന്ന് പെണ്ണുങ്ങൾ കൂടെ ഏതാള് പോയാലും വീട്ടിന്റെ കൂടെ അടുത്തേക്ക് ചെന്ന് കാണാൻ വലിയ കോള്. ഉദാഹരണമായിട്ട് ഒരു അണ്ണനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളാണെങ്കിലും എന്തെങ്കിലും ഒരു ബാഗും പിടിച്ച് പോയാൽ ഏതൊരു പെണ്ണിന്റെ വീട്ടിൽ കയറിയാലും രാവിലെ ഒരു മാക്സി വാങ്ങിയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ അവരോട് വാങ്ങും.
മൂന്നാമത്തവനോട് വാങ്ങും. ഒരാവശ്യമില്ലെങ്കിൽ എന്തായാലും വേണ്ടില്ല, ആവശ്യമുള്ള സാധനം ഇവിടെ ആവശ്യമില്ലെങ്കിലും വേണ്ടില്ല, ആ വീട്ടിൽ അന്യ ആരെങ്കിലും മറ്റുള്ള കുടുംബങ്ങൾ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. കുഞ്ഞുപെങ്ങളെ, ഭർത്താവില്ലാതെ കുടുംബങ്ങളില്ലാതെ നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് മക്കള്. ഒറ്റയ്ക്ക് നീ യാത്ര ചെയ്യാൻ പാടില്ല. ഇന്നൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിലേക്ക് പുറത്തു പോകാനുള്ള ഏറ്റവും വലിയ ലൈസൻസ് ഏതാ? 2 ലൈസൻസാ ഇന്ന് പെണ്ണുങ്ങൾക്കുള്ളത്. എന്താ? ഒരു ലൈസൻസ് പെണ്ണിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരിക്കുക, അതൊരു ലൈസൻസ് പെണ്ണിന്. രണ്ടാമത്തെ ലൈസൻസോ 2 വയസ്സായ 3 വയസ്സായ ഒരു കുട്ടി ഒരു പെണ്ണിന്റെ കയ്യിലുണ്ടായാൽ ലോകം മൊത്തം ആ പെണ്ണ് കറങ്ങും. സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിക്കാണെങ്കിൽ അവൻ അതിൽക്കൊള്ളും, ഒരു പ്രശ്നമില്ല. ഒരു കുട്ടി ഉണ്ടായാൽ പിന്നെ പെണ്ണിനിക്ക് എന്ത് ചെയ്യാം? ലോകം മൊത്തോട് കറങ്ങും. എട്ടും വെട്ടും തിരിയാത്തൊരു കുട്ടി. എന്നിട്ട് ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പിലും പരിചയപ്പെട്ട കാമുകന്റെ കൂടെയാണെങ്കിലും ബീച്ചിലാണെങ്കിലും ചെത്തിക്കറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരി ആലോചിക്കണം, ഭർത്താവിനോടുള്ള കടമ നീ നിറവേറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്, എന്റെ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ സഹോദരി, വ്യഭിചാരം വല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുന്ന പെണ്ണാണ്, അവളാണ് നല്ല പെണ്ണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, വ്യഭിചാരത്തോടടുക്കല്ല നീ ദുർമാർഗമാ, പരമാർത്ഥമാണിതു നോക്കു ഖുർആൻ വാക്യമാ, ചിഞ്ചലമൊലിക്കും നാളഗുഹ്യമില്ലെന്ന് എന്നുള്ളതും നബി വ്യക്തമായി പറയുന്നു. ലജ്ജിച്ചു തല താഴ്ത്തുന്നതാനീ അന്ന്, പേടിച്ചൊഴിച്ചോ സോദരാനീ ഇന്ന്. നരകത്തിലിട്ടവർ ഗുഹ്യമില്ലടിക്കപ്പെടും, അതിരറ്റ ഖേദത്താൽ അവർ വിലപിച്ചിടും. അത് മാത്രമല്ല മലക്കുകൾ പറയുന്നതാ, എന്തിനു കരയും നിന്ന് അന്ന് സുഖിച്ചതാ. നഊദു ബില്ലാഹ്, കാക്കണേ റഹ്മാനേ, ഈ രോഗമേൽക്കാതാക്കണേ ദയ്യാനേ. മലിനപ്പെടാതെ നീ കാക്ക് റബ്ബേ ഗുഹ്യമും, അതുപോലെ ഞങ്ങൾക്കുള്ള മുഴുവൻ അംഗവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഭർത്താവ് അറിയാതെ നിന്റെ ഭർത്താവ് ഉണ്ടാക്കിയതായ വീട്ടിൽ വെച്ചുകൊണ്ട്, ഭർത്താവ് നിനക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയതായ ആ മണിമാളികയിൽ വെച്ചുകൊണ്ട് പൊന്നുപെങ്ങള് നീ വ്യഭിചാരം നടത്തിയിട്ടുണ്ടെങ്കിൽ, നീ വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, രാജാതിരാജനായ തമ്പുരാന്റെ കോർട്ടിൽ ചെല്ലുമ്പോ സഹോദരാ സഹോദരി നിനക്ക് കിട്ടാനുള്ളതെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നരകത്തിലിട്ടുകൊണ്ട് പൊന്നുപെങ്ങള് നിന്റെ ഗുഹ്യത്തിൽ അടിക്കപ്പെടുകയാ. നരകത്തിലിട്ടവർ ഗുഹ്യമിൽ അടിക്കപ്പെടും, അതിരറ്റ ഖേദത്താൽ അവർ വിലപിച്ചിടും. നരകത്തിലിട്ട് കൊണ്ടവരുടെ ഗുഹ്യസ്ഥാനത്തിൽ മലായികത്തുകൾ ദണ്ഡുകളെ കൊണ്ട് അടിക്കുകയാ. ആ സമയത്ത് പാവപ്പെട്ട മനുഷ്യ വേദന കൊണ്ട് നീ പൊളയുമ്പോ, വേദന കൊണ്ട് നീ അട്ടഹാസിക്കുമ്പോ, രാജാതിരാജനായ തമ്പുരാന്റെ മലായികത്തുകൾ പറയുകയാ, എന്തിനു കരയും നിന്ന് അന്ന് സുഖിച്ചതാ. നീ ഇന്ന് കരയേണ്ട മനുഷ്യ, ഇന്ന് ദുഃഖിക്കേണ്ട മനുഷ്യ, പ്രപഞ്ചത്തിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ നൈമിഷികമായ സുഖത്തിന് വേണ്ടി നിന്റെ ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ ഭാര്യ അറിയാതെ നീ വ്യഭിചരിച്ചവതാ, അതുകൊണ്ട് നീ അനുഭവിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മലായികത്തുകളതാ ഇരുമ്പിന്റെ ദണ്ഡുകളെ കൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനത്തിൽ അടിക്കപ്പെടുകയാ. മാത്രമല്ല മലായികത്തുകൾ പറയുന്നതെന്താ? ഇന്ന് നീ കരയേണ്ട മനുഷ്യ, ഇന്ന് ദുഃഖിക്കേണ്ട മനുഷ്യ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ സന്തോഷിച്ചവനായിരുന്നല്ലോ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഭീതിപ്പെടുന്ന ശിക്ഷകളെ ബഹുമാനികളെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് നിറവേറ്റേണ്ട കടമകൾ ഞാൻ നിങ്ങൾ നിറവേറ്റുക. വിഷയം വിശാലമായതുകൊണ്ട് ഞാൻ ബഹുമാനികൾ എല്ലാത്തിലേക്കും കുറഞ്ഞ രൂപത്തിൽ കൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്നത് ആലോചിക്കണം. ഒരു പെണ്ണുങ്ങളെ നിങ്ങൾ നരകത്തിൽ കടക്കാൻ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, ഭർത്താവിനോടുള്ള അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടമകൾ പെണ്ണ് ചെയ്തു കൊടുക്കാതിരിക്കുക. ചെയ്തു കൊടുക്കാതിരിക്കുമ്പോഴോ ആ പെണ്ണ് വലിയ കുറ്റത്തിന് ഉടമയായിട്ട് മാറുകയാണ്.
അവൾ വലിയ പാപിയായിട്ട് മാറുകയാണ്. മാത്രമല്ല പൊന്നുപെണ്ണ്, പൊന്നുപെങ്ങള്, നിങ്ങളുടെ ഇബാദത്ത് പോലും രാജാതിരാജനായ തമ്പുരാൻ സ്വീകരിക്കുകയില്ല. അഫ്ളലു അഅമാലിൻ നിസാഇ ഇതാഅത്തു സൗജി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി, പെണ്ണുങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ? അത് തന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കടമകളാണ്, തന്റെ ഭർത്താവിനിക്ക് വഴിപ്പെടുന്ന കടമകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലിക്കൊള്ളു. اللهم صل على محمد يا رب صل عليه وسلم. അതുകൊണ്ട് സഹോദരി, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് പടച്ചവൻ മക്കളെ നൽകിയാൽ ആ മക്കൾ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് കാണണം. എപ്പോഴാണ് മക്കൾ സൗഭാഗ്യമായിട്ട് മാറുക? ആ മക്കൾ സ്വാലിഹായ നല്ലവനായിട്ട് വരുമ്പോ ആ മക്കൾ നിങ്ങൾക്ക് സൗഭാഗ്യമായിട്ട് വരുന്നു. അല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണമാവുകയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, അസ്സലാഹു മിനല്ലാഹ് വല്ലദബു മിനൽ ആബാ. അസ്സലാഹു മിനല്ലാഹ്, ഒരു മനുഷ്യനെ നന്മ നിർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ അത് രാജാതിരാജനായ തമ്പുരാനാണ്. പക്ഷേ വല്ലദബു മിനൽ ആബാ, പിതാക്കന്മാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ അതല്ലതായ റൂട്ടിലേക്കൂടെ സഞ്ചരിപ്പിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ നിർമാർഗത്തിലേക്ക്, നിങ്ങൾ നിർമാർഗത്തിന്റെ ദിശകൾ കാണിച്ചു കൊടുക്കേണ്ടത് അത് പിതാവിന്റെ കടമയാണ്. തങ്ങളെ അത് ഭാര്യയുടെ കടമയാണ്, ഉമ്മയുടെ കടമയാ. അതുകൊണ്ട് ആ കടപ്പാട്, ആ കടമ നിങ്ങൾ മറന്നു പോവണ്ട. നമ്മുടെ നാട്ടിലുള്ളതായ മദ്രസയുണ്ടല്ലോ, അത് പൊന്നുപെങ്ങളെ, അത് രണ്ടാമത്തെ പാഠശാലയാണ്. രണ്ടാമത്തെ പാഠശാലയാ. ഒന്നാമത്തെ പാഠശാലയാതാ വഹിസ്നുൽ ഉമ്മി മദ്രസത്തുൻ തസാമാ ബിതർബിയത്തിൽ ബനീന ബിൽ ബനാതി. വഹിസ്നുൽ ഉമ്മി, ഉമ്മയുടെ മടിത്തട്ടാകുന്നത്, ഉമ്മയുടെ മടിത്തട്ട വഹിജറുൽ ഉമ്മി മദ്രസത്തുൻ തസാമാ ബിതർബിയത്തിൽ ബനീന ബിൽ ബനാതി. പൊന്നു സഹോദരിമാരെ, നിങ്ങളുടെ പാവങ്ങളുടെ മടിത്തട്ടുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ പാഠശാല. എന്നാൽ രണ്ടാമത്തെ പാഠശാലയാണ് സഹോദരി നമ്മുടെ നാട്ടിൽ കാണുന്ന മദ്രസ സംവിധാനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുന്നത് ആ രൂപത്തിലായിരിക്കും നിങ്ങളുടെ മക്കളുടെ ജീവിതം വരിക. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ എന്താണെന്ന് ചോദിച്ചാൽ, പൊന്നു സഹോദരന്മാരെ, അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് ദീനിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. ഇന്ന് മദ്രസ സംവിധാനങ്ങൾ അതേ പ്രകാരം തന്നെ ദീനീ സംവിധാനങ്ങൾ, ദർസ് സംവിധാനങ്ങളെല്ലാം ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. കുട്ടികളെ വെറും ഭൗതികമായ കലാലയത്തിലേക്ക് മാത്രം പറഞ്ഞയച്ചുകൊണ്ട് നമ്മുടെ മക്കള് നേർമാർഗത്തിലേക്ക് എത്താൻ സഹോദരി അതൊരിക്കലും തന്നെ ഉതകുന്നതല്ല. നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഭൗതികമായ കലാലയത്തിലേക്ക് പറഞ്ഞയക്കണം. പക്ഷേ ഭൗതികമായ അറിവ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ മുന്നയായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏതാ? രാജാതിരാജനായ തമ്പുരാനെ സംബന്ധിച്ചൊരു ഉമ്മ, ഒരു പിതാവ് പഠിപ്പിച്ചു കൊടുക്കണം. 7 വയസ്സായി കഴിഞ്ഞാൽ ആ മകനെ കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിക്കണേ. 10 വയസ്സായി കഴിഞ്ഞാൽ പൊന്നു മക്കൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ സഹോദര, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ നിസ്കരിപ്പിക്കണേ. പള്ളിയുടെ മിനാരത്തിൽ കൂടെ രാവിലെ തന്നെ പാങ്കുലി കൊടുക്കുകയാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മനോഹരമായ ബാങ്ക് കൊടുക്കുമ്പോ, ഒന്ന് ചെറുപ്പക്കാരെ, ഉപ്പമാരെ, നിങ്ങൾ പള്ളിയിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ കൊച്ചു കുട്ടികളായ 10 വയസ്സായ കുഞ്ഞുമക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നുണ്ടോ മോനെ എന്ന് ചോദിക്കുന്നുണ്ടോ? ഈ കടമകളൊക്കെ നിങ്ങൾ നിറവേറ്റിയിട്ടില്ല എങ്കിൽ രാജാതിരാജനായ റബ്ബിന്റെ കോർട്ട് വരാനുണ്ട്. അത് വല്ലാത്ത കോർട്ട. അൽയൗമ നഖ്തിമു അലാ
അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. രാജാതിരാജനായ തമ്പുരാൻ സൂറത്തുൽ ഖുർആനിൽ സൂറത്ത് യാസീനിൽ കൂടെ പഠിപ്പിക്കുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നേ ദിവസം നിങ്ങളുടെ വായക്ക് ഞാൻ സീൽ വെക്കുകയാ, വതുകല്ലിമുനാ അയ്ദീഹിം, നിങ്ങളുടെ കരങ്ങൾ സംസാരിക്കുകയാ, വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങളുടെ കരങ്ങൾ സംസാരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്തതായ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ കാലുകൾ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് ഈ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടെന്നൊരു ബോധമുണ്ടായിരിക്കണം. അതോടുകൂടെ സഹോദര, ഞാനും നിങ്ങളും ധാരാളം കടമകൾ പറഞ്ഞു. ആ കടമകൾ ദുനിയാവിൽ ചെയ്തു കൊടുക്കേണ്ട കടമകളുടെ കൂട്ടത്തിൽ ഒരു വിഷയം, സഹോദരന്മാരെ എല്ലാ വിഷയത്തിലേക്കും എത്തിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ പടച്ചവനോടുള്ള കടമകൾ. അതേ പ്രകാരം തന്നെ ഉമ്മ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ, ഉപ്പ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളിലേക്ക് ഞാൻ സൂചന നൽകി. അതേപ്രകാരം പൊന്നു മക്കള് ഉമ്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ ഇന്നലെ വിശദമായ രൂപത്തിൽ നമ്മൾ ഇവിടെ പ്രതിപാദിച്ചു. ഇനി സഹോദരന്മാരെ ഒന്ന് രണ്ട് കടമകൾ കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. രാജാതിരാജനായ തമ്പുരാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിച്ച ഒരു കടമ, ആ കടമയാണ് തന്റെ അയൽവക്കക്കാരോട് കാണിച്ചു കൊടുക്കേണ്ട കടമകൾ, തന്റെ അയൽവക്കക്കാരോട് ചെയ്തു കൊടുക്കേണ്ട കടമകൾ. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം സഹോദരിമാരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കപ്പെടും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, മസാല ജിബ്രീൽ യുസ്രി ബിൽ ജാർ ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു. ബഹുമാനികൾ പാട്ടപ്പിരി വരുന്നത് എല്ലാവരും പരമാവധി സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ. സഹോദരന്മാരെ ആലോചിക്കണേ, ഒന്ന് ചിന്തിച്ചു നോക്കണേ. മഹാനഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന ഹദീസാണ്, അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് എന്നോട് വസിയ്യത്ത് ചെയ്തു. എത്രത്തോളം നബി തങ്ങൾ പറയുകയാണ്, ബിൽജാർ, എന്റെ അയൽവാസികളെ കൊണ്ട് ജിബ്രീൽ എന്നോട് വസിയ്യത്ത് ചെയ്തു, ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു, എന്റെ അയൽവക്കക്കാർ എന്റെ അനന്തരമെടുക്കുമോ, അനന്തരാവകാശികളാകുമോ എന്ന് വിചാരിക്കുന്നത് വരേക്കും അനന്തരാവകാശികളെ സംബന്ധിച്ചുള്ള കടമകള് എന്നോട് ജിബ്രീൽ പഠിപ്പിച്ചു നൽകിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണ സഹോദര, ഇന്ന് അയൽവക്കക്കാരെ വെറുതെ ബുദ്ധിമുട്ടാക്കുന്നവരുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ബഹുമാനപ്പെട്ട ഹസ്സൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണല്ലോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമുദാത്തുൽ മജ്ദി വൽ യഖീനി യാ ബിൻത ഖൈറൻ നാസി അജ്മഈനി. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണല്ലോ ഫാത്തിമത്തുൽ സഹ്റ റളിയല്ലാഹു തആല അൻഹ. അവരുടെ പൊന്നുമോനായിരുന്നു മഹാനായ ഹസ്സൻ റളിയല്ലാഹു തആല അൻഹു. ഹസ്സൻ റളിയല്ലാഹു തആല അൻഹുവിനേക്ക് ആലോചിക്കണേ, ഒരു അയൽവക്കക്കാരുണ്ടായിരുന്നു, ഒരു ജൂതനായ അയൽവാസി ഉണ്ടായിരുന്നു. ഹസ്സൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ ആ ജൂത സ്ത്രീ വീട്ടിൽ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. തന്റെ അയൽവാസിയായ ഹസ്സൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ആ സമയത്ത് വീട്ടിന്റെ പരിസരത്തെത്തിയപ്പോ വല്ലാത്ത ദുർഗന്ധമാണ്, വല്ലാത്ത നാറ്റമാണ്. മഹദിയായ പെണ്ണത മൂക്ക് പൊത്തിയിട്ടാണ് ഹസ്സൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ സമയത്ത് ആ പെണ്ണ് പരിസരം മൊത്തം നോക്കുകയാണ്. എന്ത് പറ്റി ഇവിടെ വല്ലാത്തൊരു വാസന, വല്ലാത്തൊരു ദുർഗന്ധം, എന്താണ് ഇതിന്റെ കാരണമെന്ന് ആ ജൂത സ്ത്രീ
സ്ത്രീയായ പെണ്ണ് നോക്കുമ്പോ സഹോദരന്മാരെ, പൊന്നുപെങ്ങള്, പൊന്നുപ്പമാരെ ഒന്ന് ചിന്തിക്കണേ. ഈ ജൂത കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അവിടെ വേസ്റ്റ് വെള്ളങ്ങള്, ആ വീട്ടിലുള്ളതായ മലിനമായ ജലങ്ങൾ വരുന്നത്, ഒലിച്ചു വരുന്നത്, അത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിന്റെ പരിസരത്തിലേക്കാണ്. ഈ കെട്ടവെള്ളങ്ങള്, ഈ കട്ടറ വെള്ളങ്ങള്, ഈ മോശമായ ജലങ്ങള് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിന്റെ പരിസരത്തിലേക്ക്, വീട്ടിന്റെ അടുത്തേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിലാകെ മലിനമാണ്, വല്ലാത്ത വാസനയാണ്. ആ ജൂത സ്ത്രീയായ പെണ്ണ് പോലും മൂക്ക് പിടിച്ചു പോയി. അവര് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചു പോയി, അല്ലയോ നബി കുടുംബമേ, നിങ്ങൾക്ക് ഞങ്ങളോടൊന്നും അറിയിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നതായ മലിനമായ ജലമാണല്ലോ നിങ്ങളെ ബുദ്ധിമുട്ടാക്കിയത്. നിങ്ങൾ ഇത്രയും കഷ്ടതയോട് കൂടെയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അധിവസിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ അറിയില്ലല്ലോ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്രയും അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞങ്ങൾ അറിയാതെയാണ് സംഭവിച്ചത്. ആ സമയത്ത് ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറുപടി എന്താ? പൊന്നുപെങ്ങള്, പൊന്നുപ്പമാരെ ഒന്ന് ചിന്തിക്കണേ, ചെവിയുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കണേ. എന്റെ വല്യുപ്പയായ ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്, അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരാള് നമ്മളിൽ പെട്ടവനല്ല. അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അല്ലാഹുവിന്റെ റസൂൽ ലാ യദ്ഖുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. അയൽവാസികൾക്ക് പ്രയാസങ്ങളെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരുത്തന് അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കതറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന കെട്ട വെള്ളങ്ങളാണെങ്കിലും മലിനജലങ്ങളാണെങ്കിലും ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോ അത് കാരണമായിട്ട് നിങ്ങൾ പ്രയാസത്തിലായി പോകുമല്ലോ, നിങ്ങൾ ബുദ്ധിമുട്ടായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഞങ്ങൾ പറയാതിരുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആ കുടുംബത്തിനോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിക്കൂ ചെറുപ്പക്കാരാ, നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ നമ്മുടെ അയൽവക്കക്കാരുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയതായ മത്സ്യം കൊണ്ടുവന്ന കവറ് അയൽവാസിയുടെ വീട്ടിലേക്കൊന്ന് പാറി ചെന്നാൽ അയൽവക്കത്തുള്ള പെണ്ണെന്താ പറയുക? എന്താണ് ശബ്ദിക്കുക? എന്താണ് അട്ടഹസിക്കുക? പിന്നെ എന്റെ വീട്ടിലേക്ക് നിന്റെ കവറ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഹോദര ആ പെണ്ണിനെ ദ്രോഹിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു ദിവസങ്ങളോളം തന്റെ വീട്ടില് പരിസരമാകെ മലിനമായിട്ട് പോലും, അത് ഈ ജൂത കുടുംബമാണ്, അത് മുസ്ലിമല്ല, ജൂത കുടുംബമായിട്ട് പോലും ആ കുടുംബത്തിനെ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ ഇത് പറഞ്ഞിട്ട് അവർക്കൊരു പ്രയാസം വേണ്ട എന്ന് മനസ്സിലാക്കി ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം അത് സഹിക്കുകയാണ്. അത് സഹിക്കുകയാണ്. പൊന്നുപെങ്ങളെ ഒന്ന് ആലോചിക്കണേ, ഒന്ന് ചിന്തിച്ചു നോക്കണേ. യൂത സ്ത്രീ തന്നെ കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുകയാ, തന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഭർത്താവിനോട് പറഞ്ഞു പോയി, അല്ലയോ ഭർത്താവ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴുകിപ്പോകുന്ന മലിനമായ ജലങ്ങള് അത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോ എനിക്ക് ആ വീട്ടിലേക്ക് ഒന്ന് നടക്കാൻ പോലും സാധിച്ചില്ല. എന്റെ മൂക്ക് പൊത്തിയിട്ടാണ് ഞാൻ ആ വീട്ടിലേക്കൊന്ന് കയറിയത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എത്തിയതായ മലിനമായ ജലത്തിന്റെ ബുദ്ധിമുട്ട് അവന് പരിപൂർണമായി സഹിച്ചവരാ. അതുകൊണ്ട് അവരടുക്കൽ ചെന്നുകൊണ്ട് അങ്ങൊന്ന് മാപ്പിരക്കണേ, അവരോടൊന്ന് പൊരുത്തപ്പെടുത്തിക്കണേ എന്ന് ഈ ജൂത സ്ത്രീ തന്റെ ഭർത്താവിനോട് പറയുമ്പോ ആ ഭർത്താവതാ ആ വീട്ടിലേക്ക് തന്റെ ഭാര്യ പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്നറിയണം. എന്നിട്ടത് അദ്ദേഹം നടന്നു ചെല്ലുകയാണ്. വീട്ടിന്റെ പരിസരത്തെത്തിയപ്പോ വല്ല
വല്ലാത്ത ദുർഗന്ധമാണ്. തന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ ഹസൻ തങ്ങളെ, നിങ്ങൾക്ക് എന്താ ഞങ്ങളോടൊന്ന് അറിയിച്ചൂടായിരുന്നോ? ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന മലിനജവലം ഞങ്ങൾ തടഞ്ഞു നിർത്തുമായിരുന്നല്ലോ, ഞങ്ങൾ തടഞ്ഞു നിർത്തുമായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഹസൻ തങ്ങൾ പറഞ്ഞതെന്താ? ഞങ്ങളത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. എന്റെ വല്യുപ്പയായ റസൂലുള്ള പഠിപ്പിച്ചതെന്താ? അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാതിരുന്നത് എന്ന് ഈ ജൂതനായ മനുഷ്യനോട് ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയേണ്ട താമസം സഹോദരാവെന്ന് ആലോചിക്കണം. ആ ജൂത കുടുംബമതാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് മാറുകയുണ്ടായി. ആലോചിക്കണം. നമ്മളൊക്കെ ഉണ്ടല്ലോ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും ഒരു കവർ മറ്റേ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാറിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിച്ച് കച്ചറുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അങ്ങനത്തോളം എന്നൊക്കെ പറഞ്ഞ് അല്ലെ ചെറിയ വിഷയം വലുതാക്കുന്ന അയൽവാസികളെ ആലോചിക്കണം. അത് നരകത്തിൽ കടക്കാനുള്ള കാരണമാണെന്ന് ആര് പഠിപ്പിച്ചതാ? ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവം ഒന്ന് ആലോചിക്കണം. ഹസൻ റളിയല്ലാഹു തആല ചരിത്രം മതി നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ. ഇത്രയും നമ്മളൊക്കെ ആണെങ്കിൽ എന്തുണ്ടാകും? കുത്തുകൊല ഉണ്ടാകണത് മതി അല്ലേ? ഒരു കുടുംബം നശിക്കാനത് മതി. ഹസൻ റളിയല്ലാഹുവിന്റെ സംയമനം, തന്റെ അയൽവാസിയെ ബഹുമാനിച്ചക്കിൽ എന്റെ അയൽവാസി ഒരു കാഫിറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അയൽവാസിക്ക് സ്ഥാനമുണ്ട്. അതാണ് ആയിഷ റസൂലുള്ള പറഞ്ഞത്. ജിബ്രീൽ നിന്റെ അടുക്കൽ വന്നു വസിയ്യത്ത് ചെയ്തു. എത്രത്തോളം വസിയ്യത്ത് ചെയ്തു? എന്റെ അയൽവാസി പോലും അനന്തരമെടുക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രത്തോളം അയൽവാസികളെ സംബന്ധിച്ച് എന്റെ അടുക്കൽ ജിബ്രീൽ വന്നുകൊണ്ട് കടമകൾ പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരിമാരെ, തന്റെ അയൽവാസിക്ക് വലിയ കടമകളുണ്ട്. ആ കടമകൾ നിറവേറ്റാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസും കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്, അയൽവാസിയിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരായ അയൽവാസികള് പടച്ചവന്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാരാരാണ്? ഖൈറുഹും ലിജാരിഹി, അവിടെ അയൽവാസികളോട് ഖൈറായവരാണ്, അയൽപക്കക്കാർക്ക് ഗുണം ചെയ്യുന്നവരാണ് നല്ലവരായ അയൽവാസികളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അയൽവാക്കക്കാരെ നിസ്സാരപ്പെടുത്തണ്ട, അവരെ കളിയാക്കണ്ട, അവരെ വിഷമിപ്പിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ധാരാളം കാര്യങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരിമാരെ ആലോചിക്കണം. അല്ലാഹു തആല നമ്മുടെ അയൽവാസികളോടൊക്കെ നല്ല നിലയിൽ പെരുമാറാൻ, നല്ല രൂപത്തിൽ വർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇദാ അൻത റമൈത കൽബജാരിക ഫഖദ് ആദൈതഹു. ഒരു ഹദീസിൽ കൂടെ ശ്രദ്ധിക്കുക. നിന്റെ അയൽവാസിയുടെ നായയെ നീ കല്ലെടുത്തുകൊണ്ട് നീ എറിഞ്ഞാൽ നീ നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടാക്കിയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒരു നായയുണ്ട്. ആ നായ വന്നു നമ്മുടെ വീട്ടിലേക്ക് അടുത്തേക്ക് വന്നാൽ ആ നായനെ എറിഞ്ഞാൽ പോലും നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടാക്കിയവനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസിയുടെ മഹത്വം എത്രയുണ്ട്! ഇന്നിപ്പോ അയൽവക്കമൊന്നുമില്ല. ഇന്നൊക്കെ ഓരോരുത്തരും വലിയ 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 വീടുകൾ, അതിന്റെ ചുറ്റുഭാഗത്ത് വലിയ ചുറ്റുമതിൽ അയൽവാസികൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അല്ലാഹു നമ്മളെ സത്യജനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാനികളെ, ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഒരൊറ്റ ബാധ്യത കൂടെ പറയട്ടെ. അതേ പ്രകാരം തന്റെ കുടുംബബന്ധം, ഈ കുടുംബബന്ധത്തിനെ സംബന്ധിച്ചും വളരെ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കേണ്ടതാണ്. നബി
നബി തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ആർക്കെങ്കിലും അവിടെ റിസ്കിൽ വിശാലത കിട്ടണം, മാത്രമല്ല വയുൻസഅലുഹു ഫീ ഇസ്ബി അസരിഹി വൽയസിൽ റഹിമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ഹദീസിൽ കാണാം, ആർക്കെങ്കിലും അവിടെ റിസ്കിൽ വിശാലത കിട്ടണമോ, ഐശ്വര്യം കിട്ടണമോ, എന്നാൽ അവനെന്ത് ചെയ്യണം? അവന്റെ കുടുംബ ബന്ധം അവൻ ചേർത്ത് കൊള്ളട്ടെ. ഇത് രണ്ട് കാര്യം അവനെ കൊണ്ട്, ഒന്ന് അവന്റെ റിസ്കിൽ അവനിക്ക് വിശാലത കിട്ടും, മാത്രമല്ല അത് അവന്റെ വയസ്സ് വരെ വർദ്ധിക്കാനുള്ള കാരണമാണ്, ആയുസ് നീളാനുള്ള കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയുസ് വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ് കുടുംബബന്ധം ചേർക്കുക. അതുകൊണ്ട് ഈ കടമകളൊക്കെ നമ്മൾ നല്ല നിലയിൽ നിറവേറ്റിക്കൊണ്ട് രാജാതിരാജനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ഇന്ന് കൂടുതൽ സമയം 12 മണിക്കാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് അവസാനിപ്പിക്കും. കാരണം നാളത്തെ പരിപാടിയുമൊക്കെ ഉള്ളത് കൊണ്ട്. മാത്രമല്ല സഹോദരിമാരെ, ധാരാളം ദുആ ചെയ്യാനും ധ്യാനം ചെയ്യാനൊക്കെ ഉണ്ട്. അതിന്റെ മുമ്പ് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ സംഭാവന ചെയ്യുന്നത്. മദ്രസയുടെ ബിൽഡിങ്ങിന് വേണ്ടി ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ, ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് തീരുമാനിക്കാൻ നമ്മൾ സദഖ ചെയ്യണോ ചെയ്യണ്ടേ. ധനത്തിന്റെ ഒരു ബാധ്യത കൂടി പറയാനുണ്ടല്ലോ. ധനത്തിന്റെ ബാധ്യത വിഷയം പരിപൂർണ്ണമാകുള്ളൂ. അതുകൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മറ്റുള്ള വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു 3 സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരിമാരെ, ഇന്നലെ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഒരു സഹോദരി വലിയ ഭാഗ്യവതിയാണ്. അല്ലാഹു ധാരാളം സ്വർഗത്തിലുള്ളതായ ആഭരണങ്ങൾ ധരിക്കാൻ ആ സഹോദരിക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ, ഇനി ആരെങ്കിലും അങ്ങനെ സ്വർണത്തിന്റെ ചുറ്റുകളോ, സ്വർണത്തിന്റെ വളകളോ, സ്വർണത്തിന്റെ മോതിരങ്ങളോ, സ്വർണത്തിന്റെ ആഭരണങ്ങളുടെ കഷ്ണങ്ങളോ ഇവിടെ സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ പടച്ചവനെ അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണം തമ്പുരാനെ. സഹോദരന്മാരെ, നിങ്ങൾ ധാരാളം സദഖ ചെയ്യുന്നവരാണ്. ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ബനൂ ഇസ്രായേൽക്കാർ എന്ന് പറയുമ്പോൾ മൂസ നബിയുടെ സമൂഹമാണല്ലോ. ബനൂ ഇസ്രായേൽക്കാരിൽ ഒരു പെണ്ണിന്റെ സംഭവം, പെണ്ണിന്റെ ചരിത്രം റസൂലുള്ള സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ പെണ്ണിന്റെ ചരിത്രം? സഹോദരി, ഒന്ന് ആലോചിക്കണേ, ഒന്ന് ചിന്തിച്ചു നോക്കണേ. ആ പെണ്ണ്, ആ അവൾക്കുള്ള ധനത്തിന്റെ കടമകൾ നിറവേറ്റിയവളായ പെണ്ണാണ് ആ പെണ്ണ്. ആലോചിച്ചു നോക്കണേ. ബനൂ ഇസ്രായേൽ രാജാവുണ്ടായിരുന്നു. ആ രാജാവ് തീരുമാനിച്ചിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ പിച്ചക്കാര് വന്നാൽ ആ പിച്ചക്കാർക്കൊന്നും കൊടുക്കാൻ പാടില്ല, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു നിയമമാണ്. പിച്ചക്കാര് വന്നാൽ അവർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ അവരെ മാനമായിട്ട് ശിക്ഷ നടപ്പിലാക്കുമെന്ന് ആ മഹാരാജാവ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ അടുത്താണ് രാജാവിന്റെ പട്ടാളക്കാര് എല്ലാ സ്ഥലങ്ങളിലും ചെന്നുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും പാവപ്പെട്ട മനുഷ്യനിക്ക് വല്ലതും നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ രാജാവിന്റെ ഭാഗത്തിൽ നിന്ന് കഠിനമായ തടവും ശിക്ഷയും, അവരുടെ കരങ്ങൾ പോലും ഛേദിക്കപ്പെടുന്ന ശിക്ഷകൾ വരുമെന്ന് രാജാവിന്റെ പട്ടാളക്കാര് മുന്നറിയിപ്പ് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ അടുത്താണ് ഇടക്കാണ് ഒരു സഹോദരടുക്കലേക്ക് ഒരു സഹോദരിയുടെ സംഭവം ആലോചിക്കണേ. നല്ല പാവങ്ങളുടെ കുടുംബമാണ്, അഭിവൃദ്ധിയിൽ ജീവിച്ചിരിക്കുന്ന കുടുംബമാണ്. സുബ്ഹാനല്ലാഹ്. ആ സഹോദരിക്ക് സുന്ദരനും സുമുഖനുമായ ഒരു ഭർത്താവുണ്ട്. ആ ഭർത്താവ് ഒന്നിച്ച് സന്തോഷത്തോടു കൂടെ ആ പെണ്ണ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജാതിരാജനായ തമ്പുരാൻ അവൾക്ക് 2 മക്കൾ അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ മുന്നോട്ട് പോയി. ഒരിക്കൽ തന്റെ ഭർത്താവ് സന്തോഷത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ ഭർത്താവ് പറഞ്ഞു, പെണ്ണേ, ഞാൻ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് തന്റെ മക്കളെ ആലിംഗനം ചെയ്തുകൊണ്ട് തന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ ഈ പെണ്ണിന്റെയും ഈ ഭർത്താവിന്റെയും സൗകര്യമായ
സുഖകരമായ ജീവിതം, സന്തോഷകരമായ ജീവിതം കണ്ടുകൊണ്ട് അസൂയ പൂണ്ട് നിൽക്കുന്നതായ ഭർത്താവിന്റെ ഉമ്മയാകുന്ന അമ്മായി ഉമ്മ എന്ന് പറയുന്ന ഉമ്മ, ആ ഉമ്മാക്ക് വല്ലാതെ ദേഷ്യമാണ് തന്റെ മകനോടും അതേ പ്രകാരം തന്റെ മരുമകളോടും. അങ്ങനെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോയപ്പോ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ജീവിക്കുന്ന ആ മുത്തഖിയായ പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, ആ പെണ്ണതാ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വരികയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സന്തോഷത്തോടുകൂടെ ആ കത്തൊന്ന് തുറന്നു നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കത്തൊന്ന് പൊളിച്ചു നോക്കുകയാണ്. കാരണം എന്താ? തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് പിരിഞ്ഞിട്ട് ദിവസങ്ങളായി. അതിനുശേഷം കിട്ടിയതായ കത്താണ്. ഈ കത്തൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ആ പെണ്ണൊന്ന് കത്ത് സന്തോഷത്തോടുകൂടെ വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കത്തിലുള്ളതെന്താ? ഈ പെണ്ണിലേക്ക് സന്തോഷിക്കാനൊരു വകുപ്പില്ല, സന്തോഷിക്കാനുള്ള അവസരമല്ല. പെണ്ണേ, ഞാനുന്നെയും ജീവിച്ചപ്പോ സന്തോഷത്തോടുകൂടെ ജീവിച്ചവളാണ്, ശരി തന്നെയാണ്. എന്നാലും പെണ്ണേ, ഇന്ന് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു. പെണ്ണേ, ഇതാ കത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ഞാനുന്നെയും സന്തോഷത്തിൽ ജീവിച്ചവളാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിന്നോട് എനിക്കൊരു വെറുപ്പുണ്ട്. അത് കാരണമായിട്ട് നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു. പെണ്ണേ, അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തേക്ക് പോവണേ, നീ നിന്റെ വീട്ടിലേക്ക് നീ പോവണേ. സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ അഭിവൃദ്ധിയിൽ ജീവിച്ച പെണ്ണ് എന്റെ പൊന്നുമക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്റെ വീട്ടിൽ അനാഥയായി ജീവിക്കുന്ന പെണ്ണ് അതുവരേക്കും സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ തന്നെ സംരക്ഷിക്കാൻ തന്റെ ഭർത്താവുണ്ടായിരുന്നു. എന്ന് തന്റെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ ഒരാളും തന്നെയില്ല, പാപ്പയില്ല എന്ന ദുഃഖത്തോടുകൂടെ. എന്നാലും തന്റെ പൊന്നുമക്കളെ ബുദ്ധിമുട്ടറിയിക്കാതെ ആ പാവപ്പെട്ട പെണ്ണ് അടുത്തുള്ള വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ജോലിയെടുത്തു കൊടുത്തുകൊണ്ട് അവൾ ജോലിയെടുത്തുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കൊണ്ട് തന്റെ പൊന്നുമക്കളുടെ വായിലേക്ക് വിരിക്കുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട യാചകൻ പെണ്ണിന്റെ അടുക്കലേക്ക് വരുന്നത്. ആ പെണ്ണിനോട് പറഞ്ഞു പോയി, പെണ്ണേ, നീ എനിക്ക് വല്ലതും നൽകണേ പെണ്ണേ, നീ എനിക്ക് വല്ലതും നൽകണേ പെണ്ണേ. ആ സമയത്ത് പാവപ്പെട്ട പെണ്ണ് പറഞ്ഞു പോയി, അല്ലയോ ചൊറവില്ലയോ മനുഷ്യ, നീ അറിഞ്ഞിട്ടില്ലയോ മഹാരാജാവിന്റെ കൽപ്പന? മഹാരാജാവ് കൽപ്പിച്ചതെന്താ? ഈ രാജ്യത്ത് ഫക്കീറായ പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനിക്ക് ഭക്ഷണങ്ങൾ കൊടുത്താൽ അവിടെ കരങ്ങൾ മുറിക്കപ്പെടും, അവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് നീ അറിഞ്ഞിട്ടില്ലയോ? അതുകൊണ്ട് നിനക്കൊന്നും ഞാൻ നൽകുകയില്ല മനുഷ്യ. നമ്മുടെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ പുറത്തേക്ക് പോവണേ എന്നീ പാവപ്പെട്ട പെണ്ണ് പറഞ്ഞപ്പോ ഒന്നും യാചകനായ മനുഷ്യൻ കേണപേക്ഷിക്കുകയാണ്. പെണ്ണേ, ഞാൻ പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, എനിക്ക് നീ വല്ലതും നൽകിയിട്ടില്ല എങ്കിൽ ഞാനാകെ വിശന്നു പോകും, ഞാൻ വിഷമിച്ചു പോകും, ഞാൻ ദുഃഖിച്ചു പോകും പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും നിന്റെ മഹാരാജാവ് അറിയാൻ പാടില്ല. രാജാവിന്റെ പട്ടാളക്കാര് റോന്തു ചുറ്റുമ്പോ അവരൊരിക്കലും അറിയരുത്. കാരണം എന്റെ മക്കൾ എത്തിയ മക്കളാ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ സംരക്ഷിക്കാൻ ഒരാൾ പോലുമില്ല. അതുകൊണ്ട് ഞാൻ ജോലിയെടുത്തുകൊണ്ട് എന്റെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കൾ അനാഥാക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ വരുത്തരുത് മനുഷ്യ. ആ പെണ്ണതാ തന്റെ പൊന്നുമക്കൾക്കുണ്ടാക്കിയതായ റൊട്ടിയിൽ നിന്ന് ഒരു റൊട്ടിയെടുത്തുകൊണ്ട് പാവപ്പെട്ട മിസ്കീന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാ, പാവപ്പെട്ട ഫഖീറായ മനുഷ്യന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ആ ഫഖീറായ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യാനെ ഇവിടുന്ന് തന്നെ ഭക്ഷിച്ചിട്ട് നീ പോകണേ. കാരണം നീ നിന്റെ ഭാണ്ഡത്തിലേക്ക് നീ വെച്ചു കഴിഞ്ഞാൽ വല്ല സമയത്ത് നിന്നെ പട്ടാളക്കാരെ ചെക്ക് ചെയ്താൽ ഞാൻ അതിൽ പെട്ടുപോകും മനുഷ്യ.
എന്ന് പെണ്ണ് പറഞ്ഞു പോയെങ്കിൽ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാണ്ഡത്തിലേക്ക് ആ റൊട്ടിയെടുത്തുകൊണ്ട് നിഷേധിക്കുകയാ. എന്നിട്ട് അദ്ദേഹം നടന്നു പോകുമ്പോ പട്ടാളക്കാര് ആ മനുഷ്യനെ, ഫക്കീറായ മനുഷ്യന്, മിസ്കീനായ മനുഷ്യനെ പിടിക്കുകയാ. പട്ടാളക്കാർ അവന്റെ കയ്യിലുള്ളതായ ഭാണ്ഡം ഒന്ന് ഊരി നോക്കുമ്പോ, അത് തുറന്നു നോക്കുമ്പോ അത് റൊട്ടി കാണുകയാണ്. ഈ റൊട്ടി ആര് നൽകിയതാണെന്ന് ചോദിക്കുമ്പോ ആ ഫക്കീറായ മനുഷ്യൻ അടിക്കാൻ തുടങ്ങി. ആ ഫക്കീറായ മനുഷ്യനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോ ആ ഫക്കീറായ മനുഷ്യനത് ഈ പെണ്ണിലേക്ക് കാണിച്ചു കൊടുക്കുകയാ, ഈ പെണ്ണിന്റെ വീട് കാണിച്ചു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. ആ പാവപ്പെട്ട പെണ്ണിന്റെ അടുക്കലേക്ക് രാജാവിന്റെ കിങ്കരന്മാർ, രാജാവിന്റെ പട്ടാളക്കാർ എത്തിയിരിക്കുകയാണ്. പെണ്ണിനോട് ചോദിച്ചു പോയ പെണ്ണ്, എന്തിനാണ് രാജാവിന്റെ കൽപ്പനയെ നിനക്ക് നീ മാറി കാണിച്ചവളാണല്ലോ, അതുകൊണ്ട് പെണ്ണിന്റെ കരങ്ങളിലേക്ക് ആമം വെച്ചുകൊണ്ട് പട്ടാളക്കാർ രാജാവിന്റെ സമിതത്തിലേക്ക് കൊണ്ടുപോവുകയാ. പാവപ്പെട്ട കുഞ്ഞുമക്കൾ പറഞ്ഞു, അല്ലയോ പട്ടാളക്കാരേ, ഞങ്ങളുടെ ഉമ്മയെ നിങ്ങൾ കൊണ്ടുപോവല്ല. പാവപ്പെട്ട മക്കളുടെ കരച്ചിൽ കേൾക്കാതെ പട്ടാളക്കാര് ആ പെണ്ണ് ചെയ്ത തെറ്റെന്താ? പാവപ്പെട്ട ഫക്കീറിലേക്ക് ഒരു കഷ്ണം പത്തിരി കൊടുത്തതാ, ഒരു റൊട്ടി കൊടുത്തതാ സഹോദരാ. അവസാനം ഈ പെണ്ണിനെ കൊണ്ടുപോവുകയാണ്. തന്റെ പൊന്നുമക്കളതാ ഉമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട്, ഉമ്മയുടെ ഡ്രസ്സും തൂങ്ങിപ്പിടിച്ചുകൊണ്ട് പൊന്നുമക്കള് രാജാവിന്റെ സമിതത്തിലേക്ക് ചെല്ലുകയാ. രാജാവ് ചോദിച്ചു പോയി, പെണ്ണ്, ഞാനൊരു അജ്ഞ നടത്തിയത് ആജ്ഞാപിച്ചിട്ട് ആജ്ഞ നടപ്പിലാക്കാൻ എനിക്ക് സാധിക്കാത്തവളാ. അതുകൊണ്ട് പട്ടാളക്കാരോട് ഈ രാജാവ് പറയുകയാണ്, പെണ്ണിന്റെ കരങ്ങൾ മുറിച്ചെടുക്കാൻ. സുബ്ഹാനല്ലാഹ്. പൊന്നുമക്കള് പറഞ്ഞു പോയി, മഹാരാജാ, ഞങ്ങളുടെ ഉമ്മയുടെ കരങ്ങൾ മുറിച്ചെടുക്കല്ല രാജാ. ഈ ഉമ്മ പറഞ്ഞു പോയി, എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചവളാ, എന്റെ കുഞ്ഞുമൾക്ക് ഞാൻ അടുത്ത വീട്ടിൽ ചെന്നുകൊണ്ട് ജോലിയെടുത്തിട്ടാ എന്റെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാപ്പ് നൽകണേ രാജാ. ഈ പെണ്ണ് ഗണപേക്ഷിച്ചിട്ട് പോലും കുട്ടികൾ പറഞ്ഞുപോയി, മഹാരാജാവേ, ഞങ്ങളുടെ ഉമ്മയുടെ കരങ്ങൾ നിങ്ങൾ മുറിച്ചെടുക്കല്ല. പക്ഷേ കണ്ണിൽ ചോരയില്ലാത്ത രാജാവിന്റെ കിങ്കരന്മാർ ആ പെണ്ണിന്റെ കയ്യത മുറിച്ചെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉറ്റുന്ന രക്തത്തോടു കൂടെ പാവപ്പെട്ട പെണ്ണ് ആ രാജാവിന്റെ സമിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാ. വേദന കൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട പെണ്ണ് തന്റെ പൊന്നുമക്കള് കണ്ണ് നിറയുന്ന കണ്ണുകളിലേക്ക് നോക്കിയപ്പോ ഉമ്മാക്ക് വിഷമം സഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ പെണ്ണ് ചെയ്ത തെറ്റെന്താ? പാവപ്പെട്ട ഫക്കീറിനൊരു വൃത്തി കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അവസാനം ഒരു പുഴക്കരയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വല്ലാത്ത ദാഹമുണ്ട്. പൊന്നുമ്മ പറഞ്ഞു പോയി, പൊന്നുമക്കള്, ഇന്നലെ വരേക്കും നിങ്ങൾക്ക് ഞാൻ വെള്ളം ഞാൻ മുക്കി നൽകിയല്ലോ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകി തന്നല്ലോ, നിങ്ങളുടെ വായയിലേക്ക് ഭക്ഷണം ഞാൻ വെച്ച് നൽകിയല്ലോ. അതുകൊണ്ട് ഇന്ന് ഉമ്മാക്ക് കരങ്ങളില്ലല്ലോ, ഉമ്മാക്ക് വല്ലാത്ത ദാഹമുണ്ട്. അതുകൊണ്ട് ആ പുഴയിൽ ഇറങ്ങിയിട്ട്, ആ തടാകത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം എനിക്ക് നൽകണേ മക്കള്. മൂത്ത പൊന്നുമോനതാ വെള്ളമെടുക്കാൻ വേണ്ടി ഒരു പാത്രവുമായിട്ട് സഹോദരന്മാര് ആ പുഴക്കരയിലേക്ക് ഇറങ്ങേണ്ട താമസം. പൊന്നുമോന്റെ കാല് വൈദിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് ആണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് ഉമ്മാക്ക് സഹിക്കാൻ കഴിയുക. ഉമ്മ കരഞ്ഞുകൊണ്ട് വിഷമത്തോടു കൂടെ പറഞ്ഞു പോയി, അല്ലയോ പൊന്നുമോനെ, നിന്റെ ഇക്ക ഇതാ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാ, അവനിക്ക് നീ കൈയൊന്ന് കാണിച്ചു കൊടുക്കണേ. ഉമ്മാക്ക് കരങ്ങളില്ലല്ലോ, അതുകൊണ്ട് മോനെ നിന്റെ ഇക്കാക്ക് നീ കരങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണേ. മൂത്ത മകൻ ഒലിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് ആ ചെറിയ കൊച്ചുമകനതാ അവന്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കുമ്പോ മൂത്ത മകൻ പിടിച്ച കരങ്ങൾ, ആ കരങ്ങൾ പിടിച്ചപ്പോ സഹോദരന്മാരെ ആ ചെറിയ മകന്റെയും കാലുകൾ വൈകിക്കൊണ്ട് വെള്ളത്തിലേക്ക് ആണ്ടുപോവുകയാണ്. അല്ലാഹ്
2 മക്കളും വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നത്. പാവപ്പെട്ട ഉമ്മ, കരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ വിഷമിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഒരു മരച്ചുവട്ടിലിരുന്ന് പോയി. രാജാതിരാജനായ അല്ലാഹ്, പടച്ചവനെ എനിക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹ്, എനിക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞാനൊരു റൊട്ടി സംഭാവന ചെയ്തിട്ട് റബ്ബേ എന്റെ കരങ്ങൾ നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ മക്കളെ വെള്ളമെടുത്തു തരാൻ വേണ്ടി പുഴക്കരയിലേക്ക് പോയപ്പോ എന്റെ പൊന്നുമക്കളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടവളാണ് റബ്ബേ, എനിക്ക് ക്ഷമ നൽകണേ അല്ലാഹ്, എന്നെ നീ സഹായിക്കണേ അല്ലാഹ് എന്ന അചഞ്ചലമായ വിശ്വാസത്തോടു കൂടെ പാവപ്പെട്ട പെണ്ണതാ ഒരു മരച്ചുവട്ടിലിരുന്നു കൊണ്ട് റബ്ബിലേക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണിന്റെ അടുക്കലേക്ക് സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു പോയി, അല്ലയോ പെണ്ണ്, നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? സമയത്ത് പെണ്ണ് പറഞ്ഞു പോയി, അല്ലയോ ചെറുപ്പക്കാരാ, ഈ സമയത്ത് എന്നെ പീഡിപ്പിക്കാൻ, എന്നെ വിഷമിപ്പിക്കാൻ എന്റെ അടുക്കലേക്ക് നീ അടുക്കണ്ട. ഞാൻ എന്റെ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖത്തിലാ. ആ പെണ്ണ് വിചാരിച്ചതെന്താ, ഇത് ഏതോ മനുഷ്യൻ ഈ പെണ്ണിന് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, വ്യഭിചാരം നടത്താൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കിയവതാ. ആ പെണ്ണ് പെണ്ണിനോട് പറഞ്ഞു പോയി, പെണ്ണേ, നീ വിചാരിച്ചതുപോലെ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനല്ല, ഞാൻ എന്നെ ബുദ്ധിമുട്ടാക്കാൻ വന്നവളെന്നവനല്ല. പക്ഷേ നീ ഒരു റൊട്ടി പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനിക്ക് നീ ഒരു റൊട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. ആ റൊട്ടി കൊടുത്തത് എന്റെ രാജാതിരാജനായ തമ്പുരാൻ അത് കണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടി എന്നെ റബ്ബ് പറഞ്ഞയച്ചതായ മലക്കാണ് പെണ്ണേ ഞാൻ. അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ളത്, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചോദിക്കണേ പെണ്ണ് എന്ന് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ, മലക്കാണ് വന്നത് സഹോദര, മലക്കാണ് വന്നത് സഹോദരിമാര്. മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്ക് ചോദിച്ചപ്പോ ഈ പെണ്ണ് പറയുകയാണ്, അല്ലയോ മനുഷ്യ, എന്റെ കുഞ്ഞുമക്കളതാ വെള്ളത്തിൽ അണ്ടുപോയിരിക്കുകയാ. എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരെ തിരിച്ചു നൽകണേ, അവരെ തിരിച്ചു നൽകണേ. ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഉളിയിട്ടുകൊണ്ട് ആ മനുഷ്യനതാ തന്റെ പൊന്നുമക്കള് ഉമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സന്തോഷത്താൽ ആ പെണ്ണ് റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, പടച്ചവനെ സ്തുതിക്കുകയാണ്. രോഗരക്ഷിതാവായ റബ്ബിനെ സ്തുതിക്കുകയാണ്. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഇനി നിനക്കെന്താണ് ആവശ്യം? നീ ഒരു പാവപ്പെട്ട ഫക്കീറിനേക്ക് ഒരു റൊട്ടി കൊടുത്തുകൊണ്ട് നീ സഹായിച്ചവളാണല്ലോ, ഇനി നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? ഈ മനുഷ്യനോട് പെണ്ണ് പറയുകയുണ്ടായി, അല്ലയോ മനുഷ്യ, എന്റെ പാവപ്പെട്ട മക്കൾക്ക് ജോലി ചെയ്യണമെങ്കിൽ, ജോലിയെടുത്തു കൊടുക്കണമെങ്കിൽ, അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ, അവർക്ക് ഭക്ഷണം ാക്കി കൊടുക്കണമെങ്കിൽ എനിക്ക് കരങ്ങൾ വേണം. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ എന്റെ കരങ്ങളൊന്ന് തിരിച്ചു നൽകണേ. പെണ്ണിന്റെ കരങ്ങളിലേക്കൊന്ന് തടകി കൊടുക്കുകയാണ്. അല്ലാ, ആ പെണ്ണിന്റെ കരങ്ങളതാ പൂർവസ്ഥിതിയിലേക്ക് വരികയാണ്. വല്ലാത്തൊരു സന്തോഷത്താൽ പെണ്ണ് സന്തോഷിക്കുകയാണ്. അവസാനം മലക്ക് ചോദിച്ചു, ഇനി നിനക്ക് വല്ലതും ആവശ്യമുണ്ടോ? എന്ന് പറഞ്ഞു, എനിക്ക് ഒന്നും ആവശ്യമില്ല. ആ മലക്ക് വീണ്ടും പറയുകയാണ്, പെണ്ണ്, നീയും നിന്റെ ഭർത്താവും പിരിഞ്ഞവളാണല്ലോ, നിന്റെ ഭർത്താവ് നിന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടല്ലോ. പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. എങ്കിൽ മലക്ക് പറഞ്ഞു, പെണ്ണ്, നിന്റെ ഭർത്താവ് നിന്നെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല. നീ നിന്റെ വീട്ടിലേക്ക് നീ തിരിച്ചു പോവണേ. നിന്റെ ഭർത്താവ് വിദേശത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്, നിന്നെ പരതി നടക്കുന്നുണ്ട്, നിന്നെ തെരഞ്ഞു നടക്കുന്നുണ്ട്. നിന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് നീ പോവണേ. നീ ചെയ്തതായ സ്വതക്ക കാരണമായിട്ട് രാജാതിരാജനായ തമ്പുരാൻ നിന്നെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുകയാ. നിന്റെ ഭർത്താവിനെ പോലും നിനക്ക് തിരിച്ചു
നൽകിയിരിക്കുകയാ എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവെന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടല്ലോ. ആ സമയത്ത് മലക്ക് പറഞ്ഞതെന്താ? നീ ഭർത്താവ് പോകുമ്പോ സന്തോഷത്തിലല്ലേ പോയിരിക്കുന്നത്? പെണ്ണ് പറഞ്ഞു, അതെ, സന്തോഷത്താൽ പോയവൾ തന്നെയാണ്. പക്ഷേ ഈ നിന്റെ ഭർത്താവിനും നിന്റെയും ജീവിതത്തില് അസൂയ പൂണ്ടതായ നിന്റെ ഭർത്താവിന്റെ ഉമ്മ, നിന്റെ അമ്മായി ഉമ്മ, നിങ്ങളിൽ ജീവിതത്തിൽ അസൂയ പൂണ്ടുകൊണ്ട് അവൾ എഴുതിയതായ ലെറ്ററാണ് നിന്റെ ഭർത്താവിന്റെ ഈ പേരിൽ എഴുതിയതായ ലെറ്ററാ. അതുകൊണ്ട് ഭർത്താവിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നീ അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവണേ. മലക്ക് പറഞ്ഞതെന്താ? പെണ്ണേ, നീ ഒരു റൊട്ടി സദഖ ചെയ്തത് കാരണമായിട്ട് രാജാതിരാജനായ തമ്പുരാൻ നിനക്ക് നഷ്ടപ്പെട്ടതായ ഭർത്താവ് നിനക്ക് അല്ലാഹു തിരിച്ചു നൽകി, കാര്യങ്ങൾ തിരിച്ചു നൽകി, മക്കളെ തിരിച്ചു നൽകി, നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും തിരിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സഹോദര ഒന്ന് ആലോചിക്കണം. ഇതാണ് സദഖയുടെ പവർ, ഇതാണ് സദഖയുടെ പവർ. അതുകൊണ്ട് മദ്രസയ്ക്ക് വേണ്ടി ഇനി സംഭാവന ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ഞാൻ നിങ്ങൾ തീരുമാനിക്കാം. ഒരു റൊട്ടി കൊടുത്തത് കാരണമായിട്ട് ആ പെണ്ണിന് കിട്ടിയതായ ഗുണമാണ് ഇത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവൻ ഇവരെ സംഭാവന ചെയ്ത് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ, അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇത് കേട്ടവരും പറഞ്ഞ ലോകത്തിന്റെ ദിക്കുമുകളിൽ ആളുകളും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്കും നമ്മൾക്കൊക്കെ ഖൈറും ബർക്കത്തും ഒക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ഗൾഫിലുള്ള ഒരു സഹോദരൻ 10 ചാക്ക് സിമന്റ്, ബിസിനസ്സിൽ ബർക്കത്തുണ്ടാവാൻ ഒരു സഹോദരൻ 5000 രൂപ സമ്പാദ്യം. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി